let me tell you very frankly, I have absolutely no Sangh Parivar influence or lineage at all. നയനാർ സാറിൻ്റെ ഒരു വലിയ പ്രത്യേകത, ചീഫ് സെക്രട്ടറിയും സീനിയർ സെക്രട്ടറിമാരെ എടാന്ന് വിളിക്കുന്ന ഒരു വേറെ CM-നെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അറിയാലോ, ആ സ്റ്റൈൽ അറിയാലോ, ബട്ട് one of the things was he's a great people's man. Beyond all differences, he knew that a letter from him meant business. You mean Modi? Absolutely. He said that, Ashok Saab, aap kaise hai? And you will feel embarrassed. You say, sir, he will come in a very modest way to pursue his work. Pinarayi sir nu ഒരുപാട് strength ഉണ്ട്. He is very good with big projects. Media and press treats suspension as a quasi punishment, at least ഒരു പബ്ലിക് എന്താ ഡിസപ്രൂവൽ ഉണ്ട് സസ്പെൻഷനിൽ. പക്ഷേ സസ്പെൻഷൻ ഇൻ അവർ സർവീസ് പാർലൻസ് ഇറ്റ് ഓൺലി മീൻസ് സഫിഷ്യൻറ്റ് ആനിമസ് ടു ആസ്ക് യു നോട്ട് ടു കം ടു ഓഫീസ്. അത്രേ ഉള്ളൂ, വേറെ ഒരു കോൺസിക്വൻസും ഇല്ല. ഫുൾ പേ കൊടുക്കില്ല, 50% കൊടുക്കും. 6 മാസം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 75% കൊടുക്കണം. 1 വർഷം കണ്ട് നീണ്ടാൽ ഫുൾ പേ റിസ്റ്റോർ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഓൺലി ഇൻ്റർലൂഡ് ടു ഡിറ്റർമിൻ ദ മെറിറ്റ് ഓഫ് ആൻ ആക്ഷൻ, ക്വസ്റ്റ്യനബിൾ ആക്ഷൻ ഓൺ യുവർ പാർട്ട്. അത്രേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ കമൻസ്മെൻറ്റ് ഓഫ് ആൻ ആക്ഷൻ. ബട്ട് ഈ ഡിസിപ്ലിനറി ആക്ഷൻ കമൻസ് ചെയ്യണമെങ്കിൽ ചാർജ് കൊടുക്കണം, മെമ്മോ ഓഫ് ചാർജസ് സെർവ് ചെയ്യുമ്പോഴേ ഡിസിപ്ലിനറി ആക്ഷൻ സെറ്റ് ഇൻ മോഷൻ ആകത്തുള്ളൂ. അത് അയാൾ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. സോ ദ ബെറ്റർ പാർട്ട് ഓഫ് സസ്പെൻഷൻ ഇസ് ദാറ്റ് യു വിൽ ബി ആസ്ക്ഡ് ഫോർമലി. It's a time taken to see that you are made accountable for your actions. Seniority affect you? ഒന്നും അഫക്റ്റ് ചെയ്തില്ല. ഇറ്റ്സ് ട്രീറ്റഡ് ആസ്, ഇഫ് യു ആർ റെസ്റ്റോർഡ് ട്രീറ്റിംഗ് ഇറ്റ് ആസ് ഡ്യൂട്ടി, നത്തിങ് ഹാപ്പൻസ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ലീവ് എടുക്കാതെ വിദേശത്തൊക്കെ 3 ആളുകളെ സസ്പെൻഡ് ചെയ്യരുതെന്ന് തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. കാരണം അയാൾ അൺഓത്തറൈസ്ഡ് പേ, ശമ്പളം കൊടുക്കണ്ട, സസ്പെൻഡ് ചെയ്ത് പോയാൽ പകുതി ശമ്പളം കൊടുക്കണം. അത് ചെയ്ത സസ്പെൻഷൻ പീരീഡ് കൊടുക്കണ്ടേ, സബ്സിഡൻസ് അലവൻസ് കൊടുക്കണ്ടേ? അല്ല, ഒരുപാട് അങ്ങനെ ഒരു ട്രാവസ്റ്റി ഉണ്ട്. അത് പണ്ട് ഈ ഗൾഫിൽ ജോലി കിട്ടി പോയിട്ട് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കും. 2 കൊല്ലം ലീവ് കൊടുത്തു, 3rd ഇയർ ആയപ്പോൾ അയാൾ വന്നതുമില്ല, എക്സ്റ്റെൻഡ് ചെയ്തില്ല. ചില ഓഫീസസിൽ എന്ത് ചെയ്യും, ഉടനെ ഇത് കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ചു കൊടുക്കും. സസ്പെൻഷൻ ഓർഡർ എഫക്റ്റീവ് വന്നു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ പേ റെസ്റ്റോർ ആകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ് മുങ്ങിയിരിക്കുന്ന ആളുകളെ സസ്പെൻഡ് ചെയ്യരുത്, വെറുതെ ചാർജ് ഷീറ്റ് കൊടുത്താൽ മതി. അങ്ങനെ അത് normally disciplinary action should be completed within 6 months, at best in 12 months. 12 മാസത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മേ ഹാവ് ടു ടേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യസ് അപ്രൂവൽ ആൻഡ് ഓൾ ദാറ്റ്, വിച്ച് ഈസ് നോട്ട് റിക്വയർഡ് ബിക്കോസ് 12 months തീരുമാനിക്കാമല്ലോ ഈ whether he has to be, whether he is found guilty, whether any punishment has to be imposed എന്ന് തീരുമാനിക്കാമല്ലോ. Found guilty ആണെങ്കിൽ next step എന്താണ്? Found guilty ആണെങ്കിൽ the government will decide to apply a punishment. ഇപ്പോൾ കാണുന്ന മാതിരിയുള്ള കേസസിലൊക്കെ സാധാരണ, ആൻഡ് ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം ഇൻ എറർ യു ആർ ട്രീറ്റഡ് വിത്ത് എന്താണ് ഒരു സെൻഷർ, എ ക്രിറ്റിസിസം ഇൻ റൈറ്റിംഗ്, or minor penalty. But if it's very major, certain types of punishments, you have criminal offense convict ayale, if you are found accepting a bribe, particularly heinous offenses particularly against women, then it will have to be removal minimum. This is a minor ആയിട്ടുള്ള ഒരു എന്താണ് infringement of calling name or something, may be lenient to you. അങ്ങനെയൊക്കെയാണ് കാണാറ്. അത് ഗവൺമെന്റ് പറയും. സസ്പെൻഷൻ പെൻഡിങ് ആൻഡ് എൻക്വയറി ആണ് നമ്മൾ സാധാരണ കരുതുന്നത്. പക്ഷേ ഈ ഒരു ഓർഡറിനകത്ത് അങ്ങനെ ഒരു പണിഷ്മെന്റ് പോലെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് സസ്പെൻഡഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട് അഗെയിൻസ്റ്റ് കോൺടെംപ്ലേറ്റഡ് ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സ്. ഇറ്റ് ഈസ് കോൺടെംപ്ലേറ്റഡ്. അപ്പോൾ എൻക്വയറി വരുമെന്നാണോ അതിനകത്ത് മനസ്സിലാക്കുന്നത്? ഗവൺമെന്റ് ഈസ് കോൺടെംപ്ലേറ്റിംഗ്. പക്ഷെ അവിടെ വേണമെങ്കിൽ ഈ അഫക്റ്റഡ് ഓഫീസറിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം, ഞാൻ ഈ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, സസ്പെൻഷൻ ഈസ് not warranted. The government can factor that when they proceed towards the charges. ഇങ്ങനെ ചെയ്യാം. ഈ ട്രൈബ്യൂണലിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഓഫീസർ പറഞ്ഞു അത് ഏത് കോണ്ടെക്സ്റ്റിലാണ്? അത് എൻക്വയറി വരുമ്പോഴാണോ അതോ സസ്പെൻഷൻ കിട്ടും? You can move against an order of suspension also. അതിന് കുഴപ്പമൊന്നുമില്ല. സസ്പെൻഷൻ ഓർഡറിനെതിരെ സം ഗ്രൗണ്ട്സിൽ പോവാം. I don't know, that's for the
concerned people to decide. പക്ഷേ നോർമലി ട്രിബ്യൂണൽസ് ആൻഡ് കോർട്സ് are discouraged to enter the question of suspension because court is not a good forum to decide whether there is sufficient animus. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസിൽ ഒരു ഉദ്യോഗസ്ഥൻ പെട്ടുപോയി. അസ്യൂം ദാറ്റ് ഹീ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഡയറക്ടർ. അപ്പോൾ പിറ്റേ ദിവസം അയാൾ വന്ന് ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ. ആൾക്കാർ അറ്റ്ലീസ്റ്റ് സമരങ്ങളും പ്രതിഷേധങ്ങളും അങ്ങനെ കാര്യങ്ങൾ വരില്ലേ. So in that circumstance, it may be better for him to either be on leave or on suspension. So അങ്ങനെയുള്ള സമയത്ത് കോർട്ട് മേ നോട്ട് ബി ദ ബെറ്റർ ഫോറം. പക്ഷേ ചില ഈ സസ്പെൻഷനകത്ത് കോർട്ട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ട്രിവിയൽ റീസൺസ് ചെയ്യരുത്. അതായത് ഒരു ഡിസിപ്ലിൻ ആക്ഷൻ കോണ്ടംപ്ലേറ്റ് ചെയ്താൽ ചുമ്മാ ഒരാളെ സസ്പെൻഡ് ചെയ്ത് നിർത്തരുത്. ഇറ്റ്സ് നോട്ട് എ ട്രിവിയൽ റീസൺ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്. ആരോ ഏതോ വടക്കേ ഇന്ത്യയിലെ ഓഫീസിൽ സുപ്പീരിയർ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല, ഉടനെ ഇയാൾ പോയിട്ടൊരു സാധനം ചെയ്യാൻ പറ്റില്ല. വാട്ട് ഷുഡ് ബി ഡെൽറ്റ് വിത്ത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു കേസ്, ഐ തിങ്ക് 2017 or so, one secretary was suspended, Sumana Menon. അന്ന് സുമന മേനൻ, ഇറ്റ്സ് എ വെരി കോൺട്രവേഴ്സ്യൽ ബോർഡർ ലൈൻ കേസ്. ചീഫ് സെക്രട്ടറിയുടെ ഒരു മീറ്റിങ്ങിൽ അവർ ചെന്നില്ല എന്ന് പറഞ്ഞാണ് സസ്പെൻഷൻ ഓർഡർ ഇറക്കിയത്. ആ കേസ് സുമന മേനോൻ അറിയില്ല, പക്ഷേ ആ മാറ്റർ കൊണ്ട് ഞാൻ അന്നത്തെ DOPT സെക്രട്ടറിയെ കണ്ടായിരുന്നു. അപ്പോൾ അവരത് റിവ്യൂ ചെയ്തതിന് ശേഷം അന്നത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഈസ് എ കേസ് ഓഫ് പെർഫെക്റ്റ് അബ്യൂസ് ഓഫ് ദ പവർ ടു സസ്പെൻഡ്. കാരണം ഒരാൾ യോഗത്തിന് വന്നില്ലെങ്കിൽ അവർ വരാൻ എന്തെന്ന് കാരണം ചോദിക്കുകയാണ് വേണ്ടത്. ദാറ്റ് ഓൾസോ എ ലേഡി ഓഫീസർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. യുവർ കേഡർ ഈസ് എ വെരി ഡ്രക്കോണിയൻ, കേഡർ ഈസ് എ വെരി പുവർ തിങ്, വി ആർ ഗോയിങ് ടു ഇൻ്റർഫിയർ. ഏതായാലും അവരിടപെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉമ്മൻചാണ്ടി സാറായിരുന്നെന്ന് തോന്നുന്നു, അവരെ റെസ്റ്റോർ ചെയ്ത് അവർ റിട്ടയർ ചെയ്യാൻ പോകരുത്. ഒരു കൊല്ലം കണ്ടേ ഉള്ളായിരുന്നു. ഈ കേരള കേട്ടൊരു ഡ്രാക്കോണിയൻ ആണോ ഈ പറഞ്ഞ പോലെ എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ചില സമയത്ത് എന്താണ് ദൃഢകൃത്യം കുറച്ചധികം നടന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയൂ. ഇവിടെ ചീഫ് സെക്രട്ടറി തന്നെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ? ദാറ്റ്സ് എ വെരി റെയർ തിങ്. ഐ തിങ്ക് 96-2000 ആ പീരീഡ് ആർ രാമേന്ദ്രൻ നായർ വാസ് സസ്പെൻഡഡ് ആൻഡ് സെൻഡ് ഔട്ട് ഓഫ് സർവീസ്. സിറ്റിംഗ് ചീഫ് സെക്രട്ടറി വാസ് സസ്പെൻഡഡ്. അത് എൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. ബട്ട് ദെൻ ഹോം സെക്രട്ടറി ടുക്ക് ഓവർ ആസ് ചീഫ് സെക്രട്ടറി. Arguably after getting the chief secretary suspended, he retired while in suspension. അതിപ്പോൾ നടക്കത്തില്ല. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് എ OM at least that if the chief secretary is to be suspended in any state, DOPയുടെ prior concurrence അവർ ചോദിക്കുന്നുണ്ട്. അതല്ല, സസ്പെൻഡ് ആയിട്ടുള്ള ഓഫീസർ ഫർദർ ലീഗൽ റിക്കോഴ്സ് എടുത്ത് പോകുന്നത് അയാളുടെ കേസിൽ പിന്നെയും ഈ ഗവൺമെന്റുമായിട്ടുള്ള അനിമോസിറ്റി വീണ്ടും കൂട്ടി കൊണ്ടുപോകുന്ന അത് നമുക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ ലീഗൽ റിക്കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹർജിയിൽ നിന്ന് ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഐ ഹാവ് നെവർ ഹെസിറ്റേറ്റഡ് ടു ഗോ ടു ദ കോർട്ട്. എനിക്ക് ഒന്ന് 5-6 കേസ് ഓൾറെഡി ഫയൽ ചെയ്തതിലൊരു പകുതി എണ്ണം ജയിച്ചു. കുഴപ്പമില്ല. ഇവൻ ഞാൻ എൻ്റെ പേരിൽ ഞാൻ എഴുതിയതിന് വന്ന DAs അവസാനം ക്വാഷ് ചെയ്ത് മേടിച്ചത് സുപ്രീം കോർട്ടിൽ നിന്നാണ്. പക്ഷേ എൻ്റെ PF നഷ്ടപ്പെട്ടു പോയി മൊത്തത്തിൽ അതോടുകൂടി. കാരണം അന്ന് എനിക്ക് KV വിശ്വാസ് സാറാണ് അപ്പിയർ ചെയ്തത്. ഇവിടെ ഫീസ് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ് വൈപ്ഡ് ഔട്ട് മൈ സേവിങ്സ് ടിൽ ദാറ്റ് ഡേറ്റ്. ഈ കേസിൽ പ്രശാന്ത് ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശാന്തിന് ഒരു സപ്പോർട്ട്, IAS അസോസിയേഷൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും? ഞങ്ങൾ എപ്പോഴും ഈ കാര്യങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ, പ്രശാന്ത്, മറ്റ് ഈ വിഷയങ്ങളിലുള്ള ഞാൻ മാത്രമല്ല മറ്റ് ഓഫീസ് ബെയറേഴ്സുമായിട്ടും അവർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സാധാരണഗതിയിൽ സാമ്പത്തിക സപ്പോർട്ടൊന്നും ഓഫീസേഴ്സ് ചോദിക്കാറില്ല. പക്ഷേ അസോസിയേഷന് ഒരു ലീഗൽ സേ വേണ്ട ഒരു മാറ്ററാണെങ്കിൽ പക്ഷേ ഈ സർവീസ് മാറ്റേഴ്സിലെ ജനറൽ പ്രസിഡൻ്റ് എന്ന് പറയുന്ന കൺസേൺഡ് ആളും എംപ്ലോയറും തമ്മിലാണ്. അതിൽ തേർഡ് പാർട്ടി കയറരുതെന്നാണ്. പക്ഷേ ഞങ്ങൾ ട്രാൻസ്ഫർ നോംസിൻ്റെ കേസിൽ ഞങ്ങൾ വിജയകരമായിട്ട് ആ ഒബ്ജക്ഷൻ ഓവർകം ചെയ്ത് ഞങ്ങൾ CIT നിന്ന് അനുകൂലമായ ഓർഡർ വാങ്ങിച്ചു ഫോർ ഓൾ ദി ഓഫീസേഴ്സ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അത് ഞാൻ പ്രശാന്തിന്റെ കേസിൽ അസോസിയേഷൻ ഇടപെടുമ്പോൾ 2 ഓഫീസേഴ്സ് തമ്മിലുള്ള ഒരു തർക്കം കൂടെയാണ്. അതൊക്കെ സീനിയർ മോസ്റ്റ് ആണ്, അഡീഷണൽ CS ആണ്. അതെല്ലാം ഇൻഫോർമൽ ആയിട്ടുള്ള ആശയവിനിമയങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സംഭവിക്കാറുണ്ടോ? അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫോർമലായിട്ട് ഇവരെ വിളിച്ചിരുത്തി ചർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ കേസിൽ IAS അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ്. ഈ 2 ഓഫീസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ ഒരു വയലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഐ വുഡ് സേ ദാറ്റ് സ്ട്രിക്റ്റോ സെൻസു ഈ 2 കേസും ഡിഫെൻഡബിൾ ആണ്. സ്ട്രിക്റ്റോ സെൻസു
but if you go by the letter, spirit and interpretation of law, they may have a case. പക്ഷേ രണ്ട് കേസിലും ചില വീക്ക്നെസ്സസും ഉണ്ട്. അതൊരു ചിന്താശൂന്യത കൊണ്ട് വന്നു പോയിട്ടുള്ള ഒരു ഐ വുഡൻറ്റ് സേ ദ ചിന്താശൂന്യത, ഇൻ ദ സ്പർ ഓഫ് ദ മൊമെൻറ്റ് ദേ ക്രോസ് ദ ലൈൻ, അത് വ്യക്തമാണ്. അപ്പോൾ സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ഇപ്പം ഇഫ് യു ആസ്ക് മീ ഇപ്പം ഇതിലെ ഫണ്ടമെൻ്റൽ പോയിന്റ് എന്ന് പറയുന്നത്, ലൈക്ക് മൈ സീനിയർ കൊളീഗ് ആൻഡ് ചീഫ് സെക്രട്ടറി മിസ്റ്റർ ജിജി തോംസൺ സെഡ്, ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണഘടനയിലുള്ള എല്ലാ അവകാശവും ഇല്ല, ആർട്ടിക്കിൾ 19 ഇല്ല. അത് തെറ്റ്, അബദ്ധം. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫണ്ടമെൻ്റലി മീൻസ് ഇറ്റ് കനോട്ട് ബി ഡിനൈഡ് ടു എനി ഇൻഡിവിജ്വൽ അൺലെസ് ഹീ ഗിവ്സ് അപ്പ്. അപ്പോൾ ഇഫ് യു ജോയിൻ an intelligence agency or the army, you will give up part of your rights. You cannot say what you saw, at least when you are in harness. Intelligence now takes sort of affidavits to the effect that you will not go and swear in a court, certain things which you work on. അത് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലും ഉണ്ടാവും, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. You will not be at liberty to publicize something which you get as part of your work in Express to the say Manorama. അപ്പോൾ അത് ഉണ്ട്, that's contractual between you and me, and if you violate it, your employment contract could be terminated. But you can't be imprisoned or taken to task or എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റോടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലെറ്റ് us take the specific case of Gopalakrishnan. See, if you ask me, can an officer be part of a religious group involving only officers or officers and others? Obviously you can be. So whether you create a group, whether you are a member of a group is immaterial. Question is you can be. അതിനൊരു കുഴപ്പമില്ല. അത് ഗോപാലകൃഷ്ണൻ മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ലെറ്റ് us say the hypothetical example, Syrian Christians of Kerala, right? Let us say that a few officers of them, ഇപ്പോൾ ഏതെങ്കിലും അവരുടെ ഒരു ഷ്രൈനിൽ പോകാൻ പോകുന്നു, അവരതിൻ്റെ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യാനായിട്ട് സിറിയൻ ക്രിസ്ത്യൻ ഓഫീസേഴ്സ് ഗ്രൂപ്പ് കേരള ക്രിയേറ്റ് ചെയ്തു. അവർ പിൽഗ്രിമേജ് നടത്തി തിരിച്ചു വന്നു, ഒരു കുഴപ്പമില്ല. അയ്യപ്പ ദർശനത്തിന് പോകുന്ന ഓഫീസർ, ഞാനീ പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഇതുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദെയർ. അയ്യപ്പ ദർശനത്തിന് പോകുന്ന 4 പേര് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനെ അയ്യപ്പ ദർശൻ ഗ്രൂപ്പ് എന്ന് വിളിച്ചു. ഹാർഡ്ലി ഓഫ് എനി ഡിഫിക്കൽറ്റി. പക്ഷേ ഐ വിൽ ആഡ് അനദർ ലൈൻ ദെയർ. ഷുഡ് ആൻ IAS ഓഫീസർ ബി ഡൂയിങ് ദാറ്റ്? I would say permissible, but better not to do that. കാരണം അത് കളറബിളാണ്. ലീഗാലിറ്റിക്ക് അപ്പുറം ഇറ്റ് ഇസ് എൻ ആക്ഷൻ വിച്ച് ക്യാൻ ബി ഗിവൺ എ കളർ. കാരണം ഇപ്പം ഞാൻ വേറൊരു വാദം പറയട്ടെ. ഇപ്പം ഞങ്ങളുടെ ഒരു സീനിയർ കഴിഞ്ഞ ദിവസം ഒരു ജോക്ക് ഫ്ലോട്ട് ചെയ്ത്, ഇപ്പം ഈ ഗ്രൂപ്പിൻ്റെ പേര് മല്ലു ദ ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ്. ഒരു ദി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പുള്ളി പറഞ്ഞ് ഹിന്ദു പത്രം വായിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പാണ്. But I would say it's a very plausible defense which Gopalakrishnan could take. He was simply saying officers who are readers of the Hindu. That's what I meant. നല്ല ലീഗൽ ഡിഫൻസ് ആണ്. കുഴപ്പമില്ല. കാരണം ഈ ഗ്രൂപ്പിൽ ആര് വന്നെന്നോ ആര് പോസ്റ്റ് ചെയ്തെന്നോ ഒന്നും ഉണ്ടായില്ലല്ലോ. ഗ്രൂപ്പ് അപ്പോഴേ പോയില്ലേ. പക്ഷേ ഫോർ Gopalakrishnan the difficulty is that he claimed that he was hacked, which he may have to prove. And if the evidence is otherwise, then the issue of false claim will arise, which is not integrity. അവിടെയാണ് എൻ്റെ ലൂപ്പ്. അപ്പം ഞങ്ങൾ ഇൻ അവർ കോൺവെർസേഷൻ വി ടോൾഡ് ഹിം, നിങ്ങളുടെ രണ്ടാമത്തെ ക്ലെയിമിൽ നിങ്ങളൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തുപോയി. വി ടോൾഡ് ഹിം ഇൻഫോർമലി യു കുഡ് ഹാവ് കൺസൾട്ടഡ് ബിഫോർ ദാറ്റ്. റൈറ്റ്, യു ഗിവൺ ഇൻ റൈറ്റിംഗ് ടു ആൻ SHO. അത് ഇന്ത്യയിലൊരു ഒഫൻസാണ്. In the sense you compel on a filing a false complaint is in several statutes that is penal. So what is our position on that? അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. He wanted legal consultation, so we have said please come back to us. Because association എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ റെപ്രസെൻറ്റേഷൻ ഇതിൽ നടത്തിയാൽ we cannot be silent on what the government says. We need an answer. ഇല്ലെങ്കിൽ അത് മോശമാവില്ലേ? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് സ്റ്റാർട്ട് നോക്കാം. We'll have to take a position. See, in public service, you have committed an offense. You are in error of something. That's all right. I committed an error. Sorry for that. Please. അത്രേ ഉള്ളത്. പക്ഷെ അവിടെ point should be clear. One should not, when Meta is saying there is no hacking, do we have a case to say that yes, it was? അതിൽ ക്ലാരിറ്റി വേണം. അതിലാണ് നിൽക്കുന്നത്. കമ്മിങ് ടു പ്രശാന്തിൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടപാടെ തന്നെ we had got back to him saying that boundaries have been crossed. ഏത് എക്സ്പ്രഷനാണ്?
ഞാനതിൽ പറയാൻ പോകുന്നില്ല, കാരണം അത് എൻ്റെ മെറിറ്റിലോട്ട് കിടക്കേണ്ടി വരുമല്ലോ. But the very first one. The first one, see what happened was, രാവിലെ പ്രശാന്ത് എൻ്റെ കൂടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളായതുകൊണ്ടും പ്രശാന്തിൻ്റെ നേച്ചർ അറിയാവുന്നതുകൊണ്ടും ഈ മാതൃഭൂമിയുടെ റിപ്പോർട്ട് കോപ്പി എൻ്റെ വാട്സാപ്പിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പുള്ളിയെ വിളിച്ചു. സോ ദാറ്റ് യു ഹാവ് ടു വാച്ച് യുവർ സ്റ്റെപ്പ്. കാരണം ചിലപ്പോൾ പൊട്ടിത്തെറിയാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ എനിക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത ലെവലായിട്ടുണ്ട്, ദിസ് ഇസ് ഹാൻഡി വർക്ക് ഓഫ് ABCD, സോ ഐ എം ഗോയിങ് ടു ക്ലാരിഫൈ ഓൾ ദിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൈൻഡ്ലി റെഫ്രെയിൻ ആൻഡ് ഇഫ് അറ്റ് ഓൾ സേ ദ റിപ്പോർട്ട് ഈസ് റോങ് ആസ് യു ആർ പെർമിറ്റഡ് ടു സേ ദാറ്റ് ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഇൻ ആ മാധ്യമ സ്ഥാപനമായിട്ട് അയാൾക്ക് കുറച്ച് പ്രയർ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് ഒബ്വിയസ്ലി പ്രോബബ്ലി ദേ ആർ മോട്ടിവേറ്റഡ് ടു ഡു ദാറ്റ്, ബട്ട് ദെൻ everything which you, me and X and Y know cannot be sort of put out എന്ന് പറഞ്ഞു. But he chose to do so. അപ്പോൾ പിന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് we have to sort of, and naturally the government was provoked into an action. So we will have to again sit and say how we amend it or we mend our side on it. അവിടെ ഈ സ്ട്രിക്റ്റോ സെൻസു ഇപ്പം അതാണ് ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നത്, ദാറ്റ് ഐ കെപ്റ്റ് ദിസ് ജഡ്ജ്മെൻറ്റ്. ഇവർ ഈ പറയുന്ന പോലെ ഈ യു കാൺ ക്രിട്ടിസൈസ് എ കൊളീഗ്, ദാറ്റ് ഈസ് ഇൻകറക്റ്റ്, റൈറ്റ്? യു ക്യാൻ ഓൾവേസ് സേ ഹീ ഈസ് വർക്കിംഗ് വിത്ത് മീ. സപ്പോസ് ഹി റൈറ്റ്സ് ദാറ്റ് മിസ്റ്റർ അശോക് യൂസ് ടു ബി നൈസ് ടു മീ, ബട്ട് ഓഫ് ലേറ്റ് ഹി ഹാസ് ബീൻ പ്രഷറൈസിങ് മീ എ ലോട്ട് ആൻഡ് ഇറ്റ്സ് നോ മോർ എ ഫെയർ കമൻറ്റ് ഇസ് ഓക്കെ, അല്ലാതെ ഒരു അടിമയൊന്നുമല്ല. പക്ഷേ does that also extend to rather going to a colorable expression, അപ്പോൾ അത് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, can I say that even about my class 4 helper who is in my office? Can I characterize him as unstable or not? ഞാൻ പറയുന്നത് എൻ്റെ ഓഫീസ് അസിസ്റ്റൻറ്റിനെ കുറിച്ച്, the boy who brings, അവനെക്കുറിച്ചൊരു കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എത്തിക്കൽ ടു ഡു ദാറ്റ് ആൻഡ് ഹി ക്യാൻ സൂ മീ ഇൻ ദാറ്റ് കേസ്. അപ്പോൾ അവിടെ there had to be restraint. This is what we felt. ഇപ്പൊ 2 ഓഫീസേഴ്സിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടാളും ചെയ്ത സോക്കോൾ കുറ്റത്തിന്റെ ഗ്രാവിറ്റി സെയിം ആണ് എന്ന് കരുതുന്നുണ്ട്? ഇല്ല, അത് പിന്നെ അതിനകത്തോട്ടൊരു മൂല്യവിചാരത്തിന് ഞാൻ കയറുന്നത് ശരിയല്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് ഹാസ് ടു സ്റ്റേറ്റ് വാട്ട് ദ ചാർജ് ഈസ്. ചാർജ് വായിക്കുമ്പോൾ നമുക്കറിയാം ഗ്രേവ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. ബോത്ത് ഫ്രം ദിസ് ഓർഡർ ഓഫ് സസ്പെൻഷൻ ഐ വുഡ് പ്രിസ്യൂം ദാറ്റ് ദി ചാർജസ് ആർ വെരി വെരി ഡിഫെൻഡബിൾ with competent legal support. Of course, everything is technical. So ultimately, ഇത് ജുഡീഷ്യറിയിലോട്ട് പോയാൽ അതിൻ്റെ മെറിറ്റിലല്ലേ വരുന്നത്. അതേസമയം ഇച്ചിരി വീക്ക്നെസ്സുകളും ഉണ്ട്. The title of the group, I wouldn't associate that. Because എൻ്റെ ആർഗ്യുമെൻറ്റ് ഇത്രയേ ഉള്ളൂ. അഗെയിൻ ലീഗലാണെന്ന് എടുക്കണ്ട. HINDU the Supreme Court has interpreted does not denote any religion. Forget a virulent form of an ism. It is only a way of life. It is a collection of certain set of practices, beliefs. Abam Malayali, Hindu, I can't say it is communal. Abam, that is the technicality of it. But should an officer create such a group which might send a wrong signal to those who may see it with the different eyes? അതൊരു വേറെ ക്വസ്റ്റ്യനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? സപ്പോസ് I decide, suppose an officer or any individual decides to create religious divisions, religious groups based on the religions professed by officers and start addressing them all separately by design. പിന്നെ A religion ഒരു സെറ്റ് ഓഫ് മെസ്സേജ് അയച്ചു, B religion ഒരു സെറ്റ് ഓഫ് മെസ്സേജ് അയച്ചു, C religion ഒരു സെറ്റ് ഓഫ് മെസ്സേജ്, not necessarily very reconciliatory. Then you can say that my design is, you created a group, end of the matter. He did not even persist with it. He understood that something went wrong or it may not, somebody advised him it's not correct, so he did the group. Where is the danger quotient in that?
ഇതിൽ 2 പേര് വേറൊരു വ്യത്യസ്ത കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ റീജിയൻ ആയിരിക്കും. നിങ്ങൾ ഇത്രയും പേര് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നാച്ചുറലി അതുകൊണ്ട് അതിലുള്ള അപാകത കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് colleagues in the service. It's very common in the other cadres also that colleagues in the service who belong to a social group or a faith group, or for example ഞാൻ ഈ പറഞ്ഞ പോലെ വേളാങ്കണ്ണി ഭക്തരുടെ ഒരു ഗ്രൂപ്പോ അയ്യപ്പ പിന്നെ ദർശനം വർഷം നടത്തുന്നവരുടെ ഗ്രൂപ്പോ ഉണ്ടെന്ന് വെച്ച് ഞാൻ ഒഫൻഡഡ് ആവേണ്ട ഒരു കാര്യമില്ല. സോ വി ഹാവ് ടു ആസ്ക് those people if at all somebody was offended. To my knowledge, so far in my circulation, nobody has registered an offense in that sense. അവരുടെ കംപ്ലൈൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവരോട് സംസാരിച്ചു. അവർ പറയുന്നത് അവരിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ള വിവരം ആരെ അറിയിച്ചു. ഷി ഹാസ് നോട്ട് സൈൻഡ് എനി കംപ്ലൈൻറ്റ് എന്ന് പറയുന്നു. ബട്ട് ഐ ഹവ് നോട്ട് പെർസ്യൂഡ് ഓർ rather try to explore it. If somebody is offended, somebody is alarmed, it's a separate issue. It should be addressed. അതാ ഞാൻ പറഞ്ഞ സുപ്രീം കോടതി പോയാൽ നിന്നത് അവസാനം. ആ സമയത്ത് ഒരുപാട് പേര് കൺസേൺഡ് ആയിരുന്നു. അല്ല, ഞാൻ ആ മീറ്റിങ്ങിന് പോയിരുന്നു. ഞാനന്ന് പോയപ്പോൾ ഒരു ബഹിഷ്കാരം അവിടെ നടക്കുകയായിരുന്നു. ദറ്റ് ഐ തിങ്ക് ഹി വാസ് ശിവഗിരിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഐ വാസ് എ ഗസ്റ്റ്. അപ്പോൾ അത് ധർമ്മമീമാംസാ പരിഷത്ത്, അവിടുത്തെ ഒരു ആനുവൽ ഇതാണ്. എന്നെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാനവിടെ പോയിരുന്നു. അപ്പോൾ ദാറ്റ് ഡേ they told us that since so and so is coming now, nobody else is participating. So I thought that was very odd. And I said that what if he comes? അത് പറഞ്ഞു. അതിവിടെ ഇറ്റ് വാസ് നോട്ട് ലൈക്ഡ്. സത്യം പറഞ്ഞാൽ അതിനകത്ത് അന്ന് ഐ ഡോണ്ട് തിങ്ക് ദറ്റ് ദി ഉമ്മൻചാണ്ടി സാറോ ഐ ഡോണ്ട് തിങ്ക് ദറ്റ് എനി ഓഫ് ദം വെർ ഇൻട്രസ്റ്റഡ്. But a certain individual again in government was very interested. Very interested. അപ്പോൾ അതിൽ ഫയർ ഓഫ് ചെയ്യാൻ തുടങ്ങി. സോ ആ കേസാണ് that matter is whether the vice, I was then sitting vice chancellor, so I took it to the Supreme Court. എനിക്കിവിടെ റിലീഫ് കിട്ടിയില്ല. ഇവിടെ ഇവർ ഈ ഹൈക്കോർട്ട് അത് കുഴപ്പി വിട്ട് said that you are free to. So അവിടെ എനിക്ക് ചാർജ് ഷീറ്റ് അയച്ചത് ഗവൺമെൻറ് ആണ്. They said that you made this speech, that is this is that, usual എല്ലാം പറഞ്ഞു. So when I went to the Supreme Court on SLP, the CAT was in my favor for several, almost a year they stayed. That memo of charges itself was stayed. പക്ഷേ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ the CAT relented. ഞാൻ അതിൽ കമൻറ്റ് ചെയ്യുന്നില്ല. ഐ ഡിഡ് നോട്ട് ഗെറ്റ് റിലീഫ് ഫ്രം ഹൈക്കോർട്ട്, സോ ഐ മൂവ്ഡ് അപ്പ് ടു സുപ്രീം കോർട്ട്. ജസ്റ്റിസ് ചെലമേശ്വറാണ് അത് കേട്ടത്. അപ്പം തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞു ഹീസ് എ മെമ്പർ ഓഫ് ദ സർവീസ് വിത്ത് ഗവൺമെൻറ്, സോ ഗവൺമെൻറ് ക്യാൻ ചാർജ് ഷീറ്റ്. അപ്പം വിശ്വനാഥൻ സാറാണ് പിന്നെ വാദിച്ചത്. ഈസ് നൗ എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ദിസ് ക്വസ്റ്റ്യൻ വിൽ ഡിസൈഡ് വെദർ എ വൈസ് ചാൻസലർ ക്യാൻ ഹാവ് ഹിസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഹിസ് ഫ്രീഡം അവേ ഫ്രം ഗവൺമെൻറ്. സോ ദ പേഴ്സൺ ഈസ് വൈസ് ചാൻസലർ. ഹി ഹാസ് മെയ്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ്, വി അഡ്മിറ്റ് ദാറ്റ്, ക്യാൻ ദ ഗവൺമെൻറ് കം ആൻഡ് ബ്രിഡിൽ ഹിം. അത് ചെലമേശ്വർ അട്രാക്റ്റഡായി. ആൻഡ് അന്ന് രണ്ടാമത്തെ ജഡ്ജിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ബട്ട് ദേ എൻറ്റേർഡ് ഇൻ ടു 15-minute കോൺവെർസേഷൻ. അഡ്മിഷനിൽ 1 മിനിറ്റ് കൊണ്ട് ടക്ക് ഇപ്പുറത്തോട്ട് എറിയുന്നതാണ്. 15 മിനിറ്റോളം അവർ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കേട്ടതിന് ശേഷം അവർ പറഞ്ഞ മാറ്റർ ഇൻവോൾവ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ, സോ വി വുഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് അപ്പോൺ ഹിയറിംഗ്. എന്നിട്ട് ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് അങ്ങ് വെക്കേറ്റ് ചെയ്തു. They stayed the charge sheet, the proceedings of the government. They vacated this thing and granted special leave. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു. ഇതിങ്ങനെ വേണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ നിങ്ങൾ എൻ്റെ പ്രശ്നമല്ലല്ലോ, ഇത് ഞാനാണല്ലോ ചെയ്തതാണോ, അതായില്ലായി. അപ്പം ഞാൻ പറഞ്ഞു എന്താ പിൻവലിച്ച്, എന്താ വന്ന് ഒരുപോലെ ചെയ്തു പറഞ്ഞു. അദ്ദേഹം പിൻവലിച്ചു. അങ്ങനെയൊക്കെ പോയി. അത് ഞാൻ ചോദിക്കുന്ന അങ്ങനെ അത് പറയാൻ മോഡി 2002 ഒരു ഗുജറാത്ത് റൈറ്റ്സിന്റെ ഇതിൽ വളരെ നിൽക്കുന്ന ഒരു സമയമാണ്. അത് പറയാൻ തക്കോണമുള്ള ഒരു പ്രകോപനം എന്തായിരുന്നു? He was not convicted by a court at that point of time. See, if you get into these sort of embargoes, പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മോദി ഓർ നോട്ട് മോദി, he has become the prime minister. Another person will come tomorrow. I came from Vajpayee was prime minister. Then came Manmohan I, Manmohan II. Then came Modi. Tomorrow another person would come. The whole question is that I am only holding the standard. You become convicted, I would say that I am with you in ordering
sort of having a. But can I? ഇവിടെ ഇതേ പ്രശ്നം തന്നെയാണ്. I am bringing a charge sheet and pronouncing judgment the same day. അത് ശരിയല്ലെന്നേ പറയുന്നുള്ളൂ. സോ പിന്നെ എന്ത് സംഭവിച്ചു? ഇത് തമാശ എന്തെന്നറിയാമോ? അന്ന് എനിക്ക് ആ ആർട്ടിക്കിൾ, ഐ ഡോണ്ട് സേ ഇറ്റ് വാസ് എ വെരി ഗുഡ് ആർട്ടിക്കിൾ ടു റൈറ്റ്. അത് എഗെയിൻ എനിക്കത് മണ്ടത്തിനെ പറ്റി 1-2 സെൻറ്റൻസ് എൻ്റെ ഇത് പോയി അതിനകത്ത്. അതുകൊണ്ടാണ് അത് കിട്ടിയത്. ആ ചാർജ് ഷീറ്റിൻ്റെ പിന്നിൽ ഉത്സാഹിച്ച 2 വ്യക്തികളെങ്കിലും ഇന്ന് സ്റ്റേറ്റ് BJP-യിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവർ മോദി പക്ഷവും ഞാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനുമായിട്ട് തുടരുന്നു. അല്ല, എനിക്ക് തോന്നാറുണ്ട് ഇവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിക്കണം. അവർ എന്നെ പിടിക്കാൻ നടന്നവരൊക്കെയാ പിന്നെ BJP ചേർന്നത്. including the person who made the intelligence report, who signed off that article saying that this should be acted upon എന്ന് റെക്കമെൻഡ് ചെയ്ത ആള് ഇപ്പൊ എന്താണ് എനിക്കറിയാൻ പാടില്ല, BJP, VHP, അയ്യപ്പ സേവാ സംഘമായിട്ട് നടക്കുകയാണ് കേരളത്തിൽ. ഞാൻ കാണാറുമുണ്ട്, ചിരിക്കാറുണ്ട്. ഇക്കാര്യം ഞാൻ പറയാറുമില്ല. പുള്ളിക്ക് അറിയില്ല ഞാൻ ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് കോപ്പി. ആദ്യമായിട്ടാണല്ലോ 15 years CM ആയിരുന്ന ഒരു ഇൻഡിവിജ്വൽ PM ആയിട്ട് വരുന്നത്. So there are 2 things here. He was a party worker for 15 years, a party organization worker. 15 years he was CM. It's a very unusual CV, is it not? The only office he held is that of a chief minister for 15 years, where the MLA ആയത് ആ സമയത്താണ്. So those 15 years have given him a in and out experience of how the system works. And I have watched the individual from the food department working with Sharad Pawar. He was a very respected chief minister because he, beyond all differences, he knew that a letter from him meant business. You mean Modi? Absolutely, it meant business. Because he would have personal knowledge of that letter. And let me also tell you, the man's success, if you look at it, ഇതുപോലെ തന്നെയാണ്. Gujarat had, I think, 3 officers representing Gujarat in Delhi, and one of them was our senior principal secretary. അപ്പോൾ അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് മാൻ വിൽ കം വിത്ത് എ ബാഗ് ആൻഡ് ഹി വിൽ ബി നോക്കിങ്. ഐ ആം നോ ബഡി കമ്പയർഡ്. അയാൾ സ്റ്റേറ്റിൽ ഓൾമോസ്റ്റ് ചീഫ് സെക്രട്ടറി റാങ്ക് ഉണ്ട്. ഹി വിൽ കം നോക്ക് ഇൻ മൈ ഡോർ ആൻഡ് ഐ എം ഓൺലി പ്രൈവറ്റ് സെക്രട്ടറി ടു മിനിസ്റ്റർ. ഹി സെ ദാറ്റ് അശോക് സാബ് ആപ് കൈസെ ഹേ, യു വിൽ ഫീൽ എംബാരസ്ഡ്. സേ സാർ എനിക്ക് പറഞ്ഞു ഇരുത്തിയാൽ ഹി വിൽ കം ഇൻ എ വെരി മോഡസ്റ്റ് വേ ടു പർസ്യൂ ഹിസ് വർക്ക്. ഗുജറാത്തിയാണ്. ഹി വിൽ കം സിറ്റ് ദെയർ. എന്നിട്ട് ഈ മനുഷ്യൻ ആ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടണമെങ്കിൽ അയാൾ വേണമെങ്കിൽ 10 മണിക്ക് വന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കൊടുക്കുന്ന ലഞ്ചും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഹെൽപ്പ് മീ ഔട്ട്. വിത്തൗട്ട് ദിസ് പേപ്പർ ഐ കനോട്ട് ഗെറ്റ് ബാക്ക് ടു my phone is hot on the other side. You have to give me the paper. Without order there is no going back. ഇതായിരുന്നു അവരുടെ the level of pressure. And he will write 3 letters to Sharad Pawar. The 3rd letter will say that, if you desire my presence, I am willing to come and kindly give me an audience. I am coming to Delhi to pursue this matter further. And in that paper, Sharad Pawar will write on he will score on ചുവന്ന ഇങ്ങനെ സൈഡിൽ എഴുതിയിട്ട് ആ പാരഗ്രാഫ് വരച്ചിട്ട് എഴുതിയ please avoid this. Because you don't want a heated exchange on this. You will tell the secretary, please dispatch what Gujarat wants or discuss with me. It says that don't lead into this. അത് മോദി എന്ന ആളുടെ കരിസ്മയാണോ ഗുജറാത്തിന്റെ സ്റ്റേറ്റിന്റെ I think this is, let's not get into any sort of mode of praising anybody. അത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. But Gujarat is a very business-like. That I learned in Delhi, that Gujarat is very business-like. Andhra is very business-like. Maharashtra is very business-like. Tamil Nadu has become very smart. I would keep Karnataka was always good. പക്ഷേ ഞാൻ ഇപ്പോഴും Andhra is very business-like. അവർ പ്രപ്പോസൽസ് DPRs ഇതെല്ലാം കൊണ്ടുവരുന്ന അവരുടെ വർക്കിംഗ് സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ അവരൊരു 24 hours അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ദേ ഹാവ് വെരി പ്രൊഫഷണലൈസ്. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. വാട്ടർ റിസോഴ്സസിൽ ഇവിടെ ഇപ്പോൾ ഒരു ലാർജ് പ്രോജക്റ്റ് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിക്ക് ലെറ്റർ വരും, യു പ്ലീസ് പ്രപ്പോസ് പ്രോജക്ട്സ് വർത്ത് X crores. ഇവർ എഞ്ചിനീയേഴ്സ് എല്ലാം കൂടെ ഒരു എസ്റ്റിമേറ്റൊക്കെ അടിച്ച് സൈക്ലോ സ്റ്റൈലെല്ലാം ഒന്ന് കമ്പ്യൂട്ടറിലൊക്കെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റൊക്കെ മീറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓർഡിനറി പോസ്റ്റിൽ ഡെസ്പാച്ച് ചെയ്യും. ഓർഡിനറി പോസ്റ്റ്. ഇത് ഇടയ്ക്ക് പോയാൽ പോലും കിട്ടിയില്ലെങ്കിൽ പോലും അറിഞ്ഞില്ലെന്ന്. ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്.
പക്ഷേ ദ സെയിം തിങ് ഇഫ് ആന്ധ്ര വാണ്ട്സ് ടു പിക്കപ്പ് 1,000 crores, അവരുടെ ഫസ്റ്റ്ലി അവരുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം ഒന്നാകെ ഇങ്ങ് ഡൽഹി വരും. എന്നിട്ട് അവർക്ക് ഭവൻ റിസർവ് ചെയ്തിട്ടുണ്ട്. അവർ അവിടുത്തെ എക്സിക്യൂട്ടീവ് സൂട്ട് ഇരുന്ന് അവിടെ ഇരുന്നാണ് ഇതെല്ലാം എഴുതുക. അപ്പോൾ ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് ഇല്ല. ഇനി ഇത് അവർ രാവിലെ കൊണ്ടുവരും. ഈ കൺസേൺ ബ്രാഞ്ചിൻ്റെ ഡയറക്ടറും ചീഫ് എഞ്ചിനീയറും എല്ലാവരും കൂടി ഇരുന്ന് എസ്റ്റിമേറ്റ് അവിടെ വെച്ച് തന്നെ അപ്രൂവ്. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അവർ ദേ വിൽ ആൻസർ ഇറ്റ് ഇൻ എ കോൺഫറൻസ് ഓൾ ലൈക്ക് ദിസ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ വേറെവർ ദേ വിൽ സിറ്റ് പ്രൊഫഷണലി സെറ്റിൽ ദ ഇഷ്യൂ. ചീഫ് എഞ്ചിനീയർ 3-ാം ദിവസം വരും. എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കുക, ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അഫിഡവിറ്റ് കൊടുക്കണം, അതെല്ലാം സോഴ്സ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടുത്തെ സീനിയർ മോസ്റ്റ് അത് വാട്ടർ റിസോഴ്സ് നോക്കുന്ന ACS ലാസ്റ്റ് ഡേ വരും. ഇവരെല്ലാം കൊണ്ട് നേരെ സെക്രട്ടറിയുടെ മുറി വരുമ്പോഴേക്കും ഹി ഓൺലി വിൽ നീഡ് ടു ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. എന്നേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ACS വന്നു കഴിയുമ്പോഴേക്കും ഈ വാട്ടർ റിസോഴ്സ് സെക്രട്ടറിയെയും ഈ പ്രോജക്റ്റ് എക്സാമിൻ ചെയ്ത എല്ലാവർക്കും അവർ ആന്ധ്രാഭവനിൽ അന്ന് ഡിന്നർ ഉണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം കോക്ടെയിൽസും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് അവരുടെ 1000 കോടി ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. കേരളത്തിൻ്റെ കടലാസ് ഓർഡിനറി പോസ്റ്റ് വന്ന് തപാലിയിരിക്കും. ഇപ്പോൾ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ആൻഡ് ചീഫ് സെക്രട്ടറി ഈസ് പുഷിങ് ഓൾ സെക്രട്ടറീസ് ടു ഗോ അപ്പ്. പക്ഷേ ഈ നമ്മൾ ചെന്ന് കണ്ടതുകൊണ്ട് മാത്രമായില്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ദിസ് വീക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, ഐ വാസ് ടോൾഡ് ദാറ്റ് കേരളത്തിൻ്റെ കറണ്ട് ട്രാഞ്ച് ഓഫ് RIDF ഇനി 150 കോടിക്ക് സ്പേസ് ഉണ്ട്. നൺ ഓഫ് ദ ഫണ്ട് സ്റ്റാഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹവ് ആസ്ക്ഡ് ഫോർ ദാറ്റ് 150 crores. ഇപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ പിടിച്ച് ഒരു 130 കോടിയുടെ പ്രപ്പോസൽസ് തയ്യാർ ചെയ്തിട്ട് കൃഷി വകുപ്പിൽ ഇത് കൊടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അത് കൊടുത്തോണ്ടിരിക്കുക. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നോട്ട് 1-to-1. ഐ ഹാവ് നോട്ട് ഹാഡ് ഒക്കേഷൻ. പക്ഷേ VCസിൻ്റെ 6 മാസം കൂടുമ്പോൾ പുള്ളി ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ പ്രൈം മിനിസ്റ്റർ വിൽ കം. Probably you have listened to him at close quarter, asked a question or something. വളരെ when I used to be in that university, he used to personally attend the annual or biannual meetings of the Agriculture University Vice Chancellors. And each of those speeches, one thing you can clearly see is that he prepares it himself. Writers ഉണ്ടാവും, പക്ഷേ അതിൻ്റെ core content, he has a way about it. And all those speeches impressed the people with his insight on what he wanted to say. It had merit. It held attention. 20 മിനിറ്റ് സംസാരിക്കത്തുള്ളെങ്കിലും ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. BJP എന്നുള്ളതല്ല. what I sense is in the government of India, government has become very programmatically focused. So it's like there is a PM program in every, that you can sense. നമ്മൾ സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും secretaries are taking reviews every 3 days. So they are being held accountable at a very short leash. There is no off-take. Firstly, I believe you have a prime minister who is like 15 hours a day. But it's a major, there is no relaxed, there is no cooling down of the executive function. അപ്പോൾ അവരുടെ ടോപ്പ് പ്രയോറിറ്റി പ്രോജക്ട്സ് പെർസ്യൂ ചെയ്യുന്ന ഒരു സീൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ദേ ആർ ബീങ് ഡ്രിവൺ വെരി വെരി ക്ലോസ്ലി. ആക്ച്വലി പുതിയ അഗ്രികൾച്ചർ സെക്രട്ടറി വന്നിട്ട് ഇപ്പോൾ 2 മാസം മറ്റേ ആയുള്ളൂ. പ്രോബ്ലി ഈസ് ഹോൾഡിംഗ് ദ 4th review in 2 months, which is very unusual for ക്വാർട്ടറിൽ 1 വരത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. he should have taken at least 5 video conferences by now, and 4th in-person review he is taking on this coming 18th. അപ്പോൾ you can understand that they want business done in every ministry. സ്റ്റേറ്റ് സർവീസിനേക്കാൾ അക്കൗണ്ടബിലിറ്റി ആ യൂണിയന്റെ ഇതിലുള്ളതിലാണ് അല്ല, അവിടെ എന്ന് പറയുമ്പോൾ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ജോയിൻറ്റ് സെക്രട്ടറീസ് ആണ്. സോ വാട്ട് എവർ ബി യുവർ പോർട്ട്ഫോളിയോ, there are 2 things there. The secretaries will look after only the cabinet work, policy related work. Their pile will be smaller. ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ ജോയിൻറ്റ് സെക്രട്ടറിയുടെ പൈൽ നോക്കിയാൽ ഡെയിലി പൈൽ ലോഡ് ഓഫ് വർക്ക് ആൻഡ് സെക്രട്ടറീസ് ലോഡ് ഓഫ് പൈൽ പ്രോബ്ലി ഹി മേ നോട്ട് ഹാവ് ആസ് മച്ച് ആസ് ദാറ്റ് ഓഫ് എ ജോയിൻറ്റ് സെക്രട്ടറി, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ്. Joint Secretary will generally interact with all the foreign embassies, of which there are at least 30-40 important ones. He will conduct most of the representation for Government of India, meaning he will travel abroad for at least 2 months in the year. അപ്പോൾ exposure വളരെ wide ആയിരിക്കും. And very rarely will get a Joint Secretary overruled or overturned in a paper. Only the Secretary or Minister will do. Minister overrule ചെയ്യുന്ന ഞാൻ 1.5 കൊല്ലം മിനിസ്ട്രി കണ്ടിട്ട് എനിക്ക് വന്ന് ആ 1.5 കൊല്ലം നമ്മൾ മന്ത്രിക്ക് അയച്ച ഫയലുകളിൽ പ്രോബ്ലി 2 files the minister had
separate decision. But 99.9% will the guidance will be done by the joint secretary. State അത് പറയാൻ പറ്റില്ല. സ്റ്റേറ്റിൽ പ്രോബബ്ലി 10% കേസസ് മിനിസ്റ്റേഴ്സ് വിൽ ഹാവ് ദെയർ ഓൺ വ്യൂ. അവിടെ അത്ര പോലും ഉണ്ടാവില്ല. ഇത്രയും കരിയർ പ്രോസ്പെക്ട്സ് അവിടെ കൂടുതൽ എന്നുള്ളൊരു അർത്ഥം കൂടെ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ IAS ഓഫീസേഴ്സിന് പ്രിഫറൻസ് ഉണ്ടോ അങ്ങോട്ടൊന്ന് പോകാനായിട്ട്? മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ഗവൺമെന്റ് മാറുമ്പോൾ 5 വർഷത്തേക്ക് അവിടെ പോയി ലാവണത്തെ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നത് അങ്ങനെ ഇപ്പം ഇല്ല. പക്ഷേ ഈവൻ നൗ I have some technical hitches to go to Delhi, but otherwise one stint in Delhi at senior level, one stint in Delhi, at least 4+4 or 5+4 is good. It is enriching. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഓൾ ഇന്ത്യ സർവീസ്? അപ്പം ഞാൻ UP വർക്ക് ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് ദാറ്റ് ബാലൻസ്. അപ്പം ഡൽഹി ചെന്ന് നിങ്ങൾ മിനിസ്റ്ററി ഇരുന്ന ഹിന്ദിയിലാണ് ഫയൽ വരുന്നത്. അപ്പോൾ നമ്മൾ രാഷ്ട്രഭാഷയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ പിന്നെ ഹിന്ദിയിൽ വരുന്ന ഫയൽ കൈകാര്യം ചെയ്യാൻ പോരാ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ദ ഡിക്ഷണറി, അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പ്രഷൻ. അത് പണ്ടൊരു തമാശയുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്നൊരു ആളുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ അയാൾക്ക് ഹിന്ദി ഒക്കെ പക്ഷേ ഈ സംസാര ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ ഡഫേദർ വന്നിട്ട് പറഞ്ഞു, സാബ് യാദ് കർ റേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തിരിച്ചു പറഞ്ഞു, സാബ് സെ ബതാവോ മേ ബി ആപ് സാബ് കോ യാദ് കർ റേ ഹോ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസറിൽ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ്, വാട്ട് യു മീൻ, യു വാണ്ട് മീ ടു കം ടു യുവർ ഓഫീസ് ആൻഡ് ദാറ്റ്സ് നോട്ട് ദ വേ ഡൽഹി വർക്ക്സ്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായി യാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ ഈ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴത്തെ കറന്റ് ഗവൺമെന്റ് മുൻപുള്ള ഗവൺമെന്റ്സിനേക്കാളും കുറച്ചുകൂടി പ്രൊഫഷണൽ ആൻഡ് ഗോൾ ഓറിയന്റഡ് ആണെന്ന് പറയാൻ പറ്റുമോ? എന്ന് ഞാൻ പറയുന്നില്ല. മൻമോഹൻ സിംഗ്സ് ഗവൺമെൻറ് ഐ സോ അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്, ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ. ഐ യൂസ് ടു വർക്ക് ഫോർ പ്രൊഫസർ KV Thomas, Mr. Sharad Pawar as their chief of staff, the immediate chief of staff as director. So I used to get to know 3 secretaries, consumer affairs, food, agriculture. കുറച്ചു കാലം പേഴ്സണലിലും വർക്ക് ചെയ്തു. സോ ദാറ്റ് എക്കോസിസ്റ്റം ഇസ് നോൺ ടു മീ. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഗവൺമെൻറ്. ഐ വുഡ് റാദർ സേ ദാറ്റ്. അന്നത്തെ ഒരു വലിയ ഫ്രീഡം എന്ന് പറയുന്നത് ഈവൻ എ മിഡിൽ ലെവൽ ഓഫീസർ ലൈക്ക് യൂഷ്വലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ only joint secretaries and above will address the minister. അപ്പം അങ്ങനെ എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഡയറക്ടേഴ്സിനെല്ലാം പുറകിലേ ഇരുത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ പറയണ നമുക്ക് മലയാളികൾ എന്തെങ്കിലും തള്ളിക്കളയാന്ന് വിചാരിച്ച് ഞാൻ കൈയും കാലൊക്കെ കാണിക്കും. അപ്പോൾ യൂഷ്വലി whoever is the line joint secretary will send a displeased look at that side. അപ്പോൾ എങ്ങനെയോ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പം പറഞ്ഞാൽ ശരത് പവാർ ലൈക്ഡ് ഇറ്റ്. 1 or 2 times ദിസ് ഫെലോ ഈസ് സേയിങ് സം സെൻസ്, ഇത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് എൻകറേജ് ചെയ്യാൻ തുടങ്ങി. വെൻ ഐ മെറ്റ് വിത്ത് ദെൻ ഫുഡ് സെക്രട്ടറി he said that don't you know Delhi, we want your work and your silence. എന്നോട് പറഞ്ഞു പിന്നെ പറഞ്ഞു നിനക്ക് അത്ര ജോലി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇഫ് യു റിയലി വാണ്ട് ഇറ്റ്, ഐ വാണ്ട് എ ഡയറക്ടർ ഫോർ ദ FCI. So you tell your minister that you want to work with me. And അപ്പോൾ എന്നിട്ട് നീ വന്നിട്ട് ഇതിൻ്റെ ഈ ലെക്ചറും കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചാൽ മതി രാവിലെ തൊട്ട്. നീ അവിടെ പോകാൻ തുറക്കരുത്. അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഡയറക്ടർ വിൽ ബി സെക്രട്ടറി. സോ ഹി വിൽ അഡ്രസ് ദ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഹി വിൽ ഗെറ്റ് ദാറ്റ് ഫ്രീഡം. ഡൽഹിയിൽ അത് പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് മൻമോഹൻ സിംഗ് വാസ് സച്ച് എ ഗുഡ് ആൻഡ് മൊണ്ടേക് സിംഗ് അലുവാലിയ, മൻമോഹൻ സിംഗ്, ശരത് പവാർ, ഇവർ 3 പേരും ഇരിക്കുന്ന മീറ്റിങ്ങിൽ I have ventured out to air my views and they gave me rapt attention. So it's a very open, down to earth. It's a pleasure to sort of advance our amateurishness at the Mantec Singh Ahluwalia and all that. Other than that, the government was very good. What I'm trying to say is that the successor governments want to deliver in a very fast, breathless delivery ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. Professionalism is lacking in the government. In the bulk of the work is concentrated in the departments. There are 44 departments, and there are some 10 departments which spend more than 500 crore per year on projects works. Pay 500 plus crores dispatch in the departments in the leadership എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. For example, I would say the larger departments would include, for example, PWD, water resources, backward classes welfare, BC, SC, ST welfare. Agriculture is just 600 crores. It's one of the smaller departments. LSGD സൈസ് വലുതാണെങ്കിലും അവരുടെ എല്ലാ പ്രോജക്ട്സും ചെറുതാണ്. ഇൻ ദാറ്റ് സെൻസ് അവിടെയുണ്ട്. പിന്നെ അമൃത്, ജൽജീവൻ മിഷൻ, പിന്നെ പവർ ഇസ് എ ലാർജ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ 500 crore പ്ലസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ട്, ആൻഡ് ദേ വിൽ ബി ബിൽഡേഴ്സ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ് ആൻഡ്
സ്ഥലമെടുപ്പ്, അങ്ങനെയുള്ള ഹെവി ഡ്യൂട്ടി ഓപ്പറേഷൻസ് ആണ്, ഹെവി ലിഫ്റ്റിംഗ് വേണ്ടതാണ്. ഈ ഹെവി ലിഫ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സക്സീഡ് ഓൺലി വിത്ത് എക്സ്പീരിയൻസ്. ഇപ്പം അങ്ങോട്ട് സോഷ്യൽ വെൽഫെയറിൽ ഒരുപാട് നാൾ കുത്തിയിരുന്ന ഒരു ഓഫീസർ രാവിലെ PWD വന്നാൽ വിജയിക്കില്ല. PWD ഹാസ് എ സർട്ടൻ സ്റ്റൈൽ, റിതം ആൻഡ് ഫങ്ഷൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആൻ ഓഫീസർ ടു ട്രാൻസിഷൻ ടു പവർ. പവറിൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ 3 കൊല്ലം പവറിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ യു ഹാവ് ടു സ്പെൻഡ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് പ്രോസസ്സസ്. റിസ്ക്കും അക്കൗണ്ടബിലിറ്റിയും കൂടുതലാണ്. നമ്മൾ അങ്ങനെയുള്ളൊരു, ഞങ്ങളിപ്പോൾ കേസൊക്കെ കൊടുത്താണ് 2 കൊല്ലമെങ്കിലും ഒരാളെ ഒരു സീറ്റ് വെക്കണമെന്ന് തീരുമാനിച്ചത്. ഈ ലീഡിങ് സ്റ്റേറ്റ്സിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ PWDയിലൊക്കെ ടൈം ടെസ്റ്റഡ് ഹാൻഡ്സ് ആണ് വരുന്നത്. അവർ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കും. പിന്നെ സെക്രട്ടറി ആകുമ്പോൾ ഒരു സ്പെൽ അവിടെ കൊടുക്കും. തമിഴ്നാട് എപ്പോഴും എടുത്ത് PWDൻ്റെ ആളിനെ ഒന്നീ പവറിലോട്ടോ ഇറിഗേഷനിലോട്ടോ മാറ്റത്തുള്ളൂ. സോ ഹി വിൽ ബി ഡീലിംഗ് വിത്ത് ദ സെയിം ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ്. സോ ഹി വിൽ നോ ദ ബെറ്റർ വൺസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡസ്ട്രിയേറ്റ് റിവർ വാട്ടർ എടുത്ത് നോക്ക്. തമിഴ്നാട് ഹാസ് മെയിൻറ്റെയിൻഡ് ഇറ്റ്സ് കാവേരി ടെക്നിക്കൽ സെൽ ഫോർ 25 years. ദർ ചീഫ് എഞ്ചിനീയർ വാസ് റിറ്റെയിൻഡ് അണ്ടിൽ ഹിസ് ഏജ് ഓഫ് 90+. അയാൾ മരിച്ചപ്പോൾ മാത്രമാണ് പുതിയ ആളിനെ വെച്ചത്. നമുക്കങ്ങനെ സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അല്ല, ഇതിൽ 2 പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഫോർ എ സെക്കൻഡ് ലെറ്റ് മീ ടേക്ക് IAS ആൻഡ് ദ ലീഡർഷിപ്പ് സർവീസസ് ഔട്ട് ഓഫ് ദ സിസ്റ്റം. ഞാൻ സർവീസിൽ വന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് ഇനീഷ്യൽ 10 years ഈ കേരള സെക്രട്ടേറിയറ്റിലെ പല അണ്ടർ സെക്രട്ടറീസിനെയും പേടിയായിരുന്നു. ഐ വാസ് ഓൾറെഡി എ ഡെപ്യൂട്ടി സെക്രട്ടറി, ബട്ട് ദ പ്രോബ്ലം വാസ് യു കുഡ് നോട്ട് കണ്ടസ്റ്റ് ഓൺ ദ ഡൊമൈൻ നോളജ് വിത്ത് ദി അണ്ടർ സെക്രട്ടറി. ഹി വാസ് സോ ഗുഡ്. പേര് ഞാൻ പറയുന്നില്ല, ഫിനാൻസിലൊക്കെ കുറേ കക്ഷികളുണ്ടായിരുന്നു. എന്ത് സംശയം ചോദിച്ചാലും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു കേസ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന. ഇപ്പം അങ്ങനത്തെ ആളിനെ കാണുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാസ് ഹാപ്പൻഡ്, ബട്ട് യു ജനറലി ഫൈൻഡ് യു ടേക്ക് എ കോഹോർട്ട് ഓഫ് അഡീഷണൽ സെക്രട്ടറീസ്, എഫക്റ്റീവ്നെസ് ലെവൽസ്. നമുക്ക് ശരിക്കും ഡൽഹിയിലൊരു മീറ്റിങ്ങിൽ കേരളത്തിലെ സെക്രട്ടറി ഇല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ചുരുക്കം പേർക്ക് പറ്റൂ. KS people are very good. Some of them are extremely good, but അവരുടെ ട്രെയിനിങ്, അവരുടെ അപ്കമിങ്, അവർക്ക് സീനിയർ റെസ്പോൺസിബിലിറ്റി വരണം. അതിനകത്തൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ അവർ അണ്ടർ സെക്രട്ടറീസ് അല്ലേ, അവർ ഇൻ എ 10 year ബ്രാക്കറ്റ് സം ഓഫ് ദം വിൽ ബിക്കം വെരി ഗുഡ്. നല്ല കുട്ടികളാണ് കിട്ടിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ലെവലിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് കഴിയാത്തതാണോ എന്ന് ഞാൻ കയറി പറഞ്ഞ് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇതെന്താ ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. യു സി, ഓവർ ദ ലാസ്റ്റ് 10 years, ആഫ്റ്റർ പർട്ടിക്കുലർലി e-office, even email I would say, Google, now AI, things have become very fast. ഇപ്പോൾ തന്നെ നമ്മൾ ഒരാഴ്ച കൊണ്ട് കിട്ടിയിരുന്ന കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ രാവിലെ ഒരു പോസ്റ്റ് ഇട്ട് വൈകുന്നേരം സസ്പെൻഷൻ ഓർഡർ മേടിച്ച് വീട്ടിൽ പോകാം. തിങ്സ് ആർ ദാറ്റ് ഫാസ്റ്റ്. ഇൻ എ 1 news cycle you can lose your job and be. അപ്പോൾ ഇത്രയും കംപ്രസ്ഡ് ആയി സ്പേസ് ടൈം കംപ്രഷൻ വന്നേക്കുന്നത് കൊണ്ട് ആ സ്പീഡിൽ ഗവൺമെൻറ്റിലെ സ്കിൽസ് വളർന്നോന്ന് സംശയമാണ്. ഡ്രാഫ്റ്റിംഗ് സ്കിൽസൊക്കെ വളരെ വളരെ താഴോട്ട് പോയി. ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെർണാക്കുലർ പ്രിഫറൻസ് ആണ്. പോയിന്റ് ഇൻ എക്സ്പ്രസസ് ഫേവർ കേട്ടോ. ഹിന്ദു പത്രമെങ്കിലും വായിക്കാതെ IAS കിട്ടില്ല എന്ന് പറയുന്ന പോലെ. പീപ്പിൾ മേ ഫീൽ അതർവൈസ്, ബട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നതിലെ മിഡിൽ ലെവൽ എക്സലൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് യൂസേഴ്സ് ഓഫ് ഇംഗ്ലീഷ് അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് കിട്ടേണ്ടത് മുഴുവൻ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ചോദിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുന്ന് മിഡിൽ ലെവൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അഡീഷണൽ ഡയറക്ടർ, ഞാൻ അകത്ത് പറയല്ല, ഡൽഹിയിലെ മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവർ എന്തോ പറയുന്നതെന്ന് ചെയർമാൻ അവസാനം ഞാനൊരു മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന അഡീഷണൽ ഡയറക്ടറോട് പറയുന്നത്, വി കാൺ മേക്ക് ഔട്ട് വാട്ട് യു ആർ സെയിങ്, വിൽ ഗിവ് എ പീസ് ഓഫ് പേപ്പർ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. റെപ്രസെൻറ്റേഷണൽ സ്കിൽസ് ഇല്ല, അഡ്വക്കസി സ്കിൽസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ വന്ന് അവർ പറയും സെക്രട്ടറി എങ്കിലും അയക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വി കാൺ, ഹിന്ദി ഇല്ലല്ലോ എന്തായാലും. അപ്പോൾ അതില്ല. രണ്ടാമത്തെ പ്രശ്നം ഹൈക്കോർട്ട്. ഗവൺമെൻറ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് തിയേറ്റർ ഈ പബ്ലിക് പെറ്റീഷൻസിന് നമുക്ക് മലയാളത്തിൽ ആൻസർ കൊടുക്കാം, നിയമസഭയിൽ മലയാളത്തിൽ ആൻസർ കൊടുക്കാം. ഹൈക്കോർട്ട് വിൽ ടേക്ക് ഇറ്റ് ഓൺലി ഇൻ ഇംഗ്ലീഷ്. അത് എഫക്റ്റീവ് അഫിഡവിറ്റ് ഫയൽ ചെയ്യത്തില്ല. ഇനി സുപ്രീം കോടതി സഡൻലി നോട്ട് ഗോയിങ് ടു ഹിയർ ഇൻ മലയാളം. ഗവൺമെൻറ്റിന് എന്ത് നേടിയെടുക്കണമെങ്കിൽ ഈ ലാംഗ്വേജിനകത്ത് ലോജിക്കലും അനാലിസിസിലും പിടിച്ചെങ്കിലേ ഉള്ളൂ. ആ സ്കിൽസ് വീക്കൻ്റായി, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഇവർ PSC എഴുതിയാണല്ലോ വരണം, KS ആയാലും യുവർ സ്റ്റേറ്റ് സർവീസ്. ദ പോയിന്റ് ഈസ്, ഞാൻ അതിശയോക്തി പറയുമല്ല, ഒരു പേജ് ഓഫ് എറർ ഫ്രീ ഡ്രാഫ്റ്റ് ഇന്ന് കിട്ടത്തില്ല.
അപ്പോൾ all important correspondent secretary will have to engage himself, start dictating. അപ്പോൾ ഈ ലെവൽ ഓഫ് സ്കില്ല് വെച്ചുകൊണ്ട് നമ്മളെ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല. നിയമസഭയിലൊക്കെ മലയാളമൊക്കെ എഴുതി അത് മലയാളത്തിൽ നമുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ ലാംഗ്വേജ് രണ്ടാമത്തേതാണ്, ഐ എം സോറി ടു സേ, ദ വെരി ഡെലിറ്റീരിയസ് ഇമ്പാക്റ്റ് ഓഫ് ദ യൂണിയൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സീറ്റിൽ ആര് വരണമെന്ന് തന്നെ യൂണിയൻ, ദിസ് ഈസ് നോട്ട്, ഇത് ഇന്ത്യയിൽ ഒരിടത്തും നടക്കില്ല. ഏത് അഡീഷണൽ സെക്രട്ടറി ഏത് സീറ്റിൽ പോകണമെന്ന് യൂണിയന് താല്പര്യം, അവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെ ആക്ടിവിറ്റി, അത് ഇത് അൺനെസസറി. ഐ വാസ് സർപ്രൈസ്ഡ്. കാര്യം ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം ഞങ്ങൾക്ക് പ്ലാനിങ് സെക്ഷനിലെ ഒരു അസിസ്റ്റൻറ്റിനെ ഐ ഗോട്ട് ആൻ ഓർഡർ സെയിങ് ദാറ്റ് ഷി വാസ് വൺ ഓഫ് ദ ബെറ്റർ അസിസ്റ്റൻസ്, എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ളൊരു അത്യാവശ്യം ഈ ഫിഗേഴ്സ് ഫാക്ട്സ് പിന്നെ അത് I got an order saying that, assistant so and so has been transferred and has been deputed to the service of ANERT. അപ്പോൾ ഞാൻ പവറിൽ നിന്ന് മാറി അഗ്രികൾച്ചറിൽ വന്നതുകൊണ്ട് ഐ നോ ദാറ്റ് ദർ ഇസ് നോ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ഇൻ ദി ANERT. ഷി ഹാസ് ബീൻ ഷിഫ്റ്റഡ് ടു ANERT. അപ്പോൾ ഞാൻ ANERTൻ്റെ MD വിളിച്ച് ചോദിച്ചു, ഹാവ് യു ആസ്ക് ഫോർ ആൻ അസിസ്റ്റൻറ്റ്? അപ്പോൾ നിങ്ങൾക്ക് വേണേൽ മാർക്കറ്റിൽ നിന്ന് എടുക്കാമല്ലോ, ANERT ബീങ് ക്വാസി ഗവൺമെൻറ് ഏജൻസി. അപ്പോഴാണ് അതിൻ്റെ സ്റ്റോറി വരുന്നത്. 3 യൂണിയൻ കാര്യത്തികൾ വന്നിട്ട് ഈ കുട്ടിയെടുത്ത് പറഞ്ഞു 500 രൂപ എടുക്കും, ഒരു പിന്നെ എന്തോ ഒരു പരിപാടി എടുത്ത എന്തോ ഓട്ടോ വെറൈറ്റീസ് ദെയർ. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു, എൻ്റെ കയ്യിൽ ഇപ്പോൾ 500 ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട, നീ അപ്പുറത്തിരിക്കുന്ന ആളുടെ നിന്ന് മേടിച്ച് 500 രൂപ ഇപ്പോൾ തന്നേക്ക്, ഞങ്ങൾക്ക് ഇനിയും കറങ്ങി വരാൻ പറ്റത്തില്ല. കുട്ടി പറയുന്നു, ഞാൻ കടം മേടിക്കില്ല, ഞാൻ തിങ്കളാഴ്ച തന്നേക്കാം. അത് ഒരു മുട കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കും. പോസ്റ്റ് അടക്കം. I had to put a note up to the chief minister saying that this can't be done. You are pushing her somewhere where there is no post. ഇപ്പോൾ അവർ കേസിന് പോയാൽ ഈ ഡെപ്യൂട്ടേഷൻ ഓർഡർ നിന്ന് പോകും. Fortunately, I sent a note immediately to the secretary saying that, this is a height of, and maybe you don't know what is happening. I am summarizing what I have learned. അപ്പോൾ അദ്ദേഹം immediately stopped it. And he came along saying that work should not be interrupted. പക്ഷേ ഇത് എല്ലാ കേസിലും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും, ഞാനീ പറയുന്നത്, ഈ യൂണിയൻസിന് കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുന്നതായിട്ട് വല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ദേ ആർ ഹാർഡ്ലി ബോതേർഡ്. അവർ കസേര മന്തിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം ഞാൻ സെക്രട്ടറി മാത്രം ഇരുന്നാൽ പോരല്ലോ, ഈ കേസ് പ്രോസസ്സ് ചെയ്യുന്ന ബ്രാഞ്ചസിലുള്ളവർക്ക് ഇനഫ് സ്റ്റേ കിട്ടണ്ടേ? അൺലെസ് ദേ ഗെറ്റ് ടു സ്റ്റേ ഇൻ എ ഡിസിപ്ലിൻ, അവർ ആ പില്ലർ പഠിക്കത്തില്ല. ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ക്വൈറ്റ് എ ലോട്ട് ഓഫ് എഫേർട്ട്, ട്രെയിനിങ്, ലീഡർഷിപ്പ്. വലതുപക്ഷം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റിൻ്റെ ആളെന്നുള്ള നിലയ്ക്കല്ല. ലെറ്റ് മീ ടെൽ യു വെരി ഫ്രാങ്ക്ലി, ഐ ഹാവ് ആബ്സല്യൂട്ട്ലി നോ സംഘ് പരിവാർ ഇൻഫ്ലുവൻസ് ഓർ ലീനിയേജ് അറ്റ് ഓൾ. ഇൻഫാക്ട് no relationship with any BJP leader or any right. I have never, അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ പദവികളുടെ ഒരു ഘോഷയാത്ര തന്നെ കിട്ടിയതല്ലോ. എനിക്ക് പോകണമെന്നുള്ളപ്പോൾ പോലും തന്നിട്ടില്ല എന്ന് വേണേ പറയാം, എന്ന് ദുഷ്ടബുദ്ധിയോടുകൂടി പറയാം. ഒന്നും തന്നിട്ടില്ല. ഐ ഹവ് ഓൾവേസ് ബീൻ വർക്കിംഗ് വിത്ത് ദാറ്റ് ഗവൺമെൻറ് ഇൻ കേരള. എന്നെ അവിടെ അങ്ങനെ എനിക്ക് ഒരു പൈസയുടെ നേട്ടം ഈ പറഞ്ഞ ആരെങ്കിലും ഗവൺമെൻറ് വന്നുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. ദുരിതമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഇടി തന്നവർക്ക് എല്ലാം നേട്ടം കിട്ടുകയും ചെയ്തു. അത് വേറൊരു കാര്യം. But I would rather say I am an economics-wise, I prefer to have a slightly right of the center approach. അത് കറക്റ്റ് തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് ലാൻഡ് പോളിസീൻ്റെ കാര്യത്തിൽ ഐ എം നോട്ട് എ ഹ്യൂജ് ഫോളോവർ ഓഫ് ദിസ് കേരള മോഡൽ. And I keep talking about its failures, its lacunae, and I would prefer the state to really relax itself a little bit. Education, land policy, agriculture, so that it can tap its growth potential. കേരളം ഇപ്പോൾ റിച്ചൊക്കെ തന്നെ, അതൊക്കെ നല്ലത് തന്നെയാണ്. ബട്ട് വുഡ് ഹാവ് ഗ്രോൺ അറ്റ് എ മച്ച് ഫാസ്റ്റർ റേറ്റ് ഹാഡ് വി ബീൻ ലിറ്റിൽ മോർ പ്രോ ഓൺടർപ്രണർഷിപ്പ്, പ്രോ ലിറ്റിൽ ബിറ്റ് മോർ ടുവേർഡ്സ് എൻകറേജിങ് ദി ഫോഴ്സസ് ഓഫ് എക്കോണമി, ഇൻവെസ്റ്റർ എക്കോണമി. ആ സംഗതിയിലെല്ലാം ഐ വുഡൻ ക്ലാസിഫൈ മൈസെൽഫ് ആസ് എന്താണ് ഒരു ഡീറിജിസ്റ്റ് ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ പേഴ്സൺ. അപ്പോൾ ഇതിനകത്ത് കുറേ ഡെയർ എടുക്കേണ്ടി വരും. അത് പലരും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അത് നടക്കുന്നുണ്ട്. ഞാൻ സമ്മറിയിൽ പറയുകയാണ്, ഒരു വിധി പറയുമല്ല. കേരള റിമെയിൻസ് എൻ ഓൾഡ് പ്രീ ഡിജിറ്റൈസേഷൻ, പ്രീ ഓപ്പൺ അപ്പ് എക്കോണമി ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, ഹൈലി കൺട്രോൾഡ്.
എൻ്റെ പ്രശ്നം ഇറ്റ് ഈസ് എ ഹൈലി കൺട്രോൾഡ് എക്കോണമി വെയർ എൻട്രി ആൻഡ് എക്സിറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. യു ഹവ് മെയ്ഡ് എവറിത്തിങ് ഡിഫിക്കൾട്ട് ഫോർ യു. ലാൻഡ് റെജീം എടുത്തു കഴിഞ്ഞാൽ ലാൻഡ് പോളിസി, യുവർ ലാൻഡ് ലോ ഇസ് 1960s land law. The production logic of today requires a certain faster pace. Secondly, your state is attempting to do everything where it need not go. It has the largest number of public sector units now, of which 50% are in losses and about 30% have eroded their net worth. Meaning, the people of Kerala are paying those companies to actually stay afloat. That's ridiculous, alle. And some of them are making knives and pickaxes and ഈ കോർണറിലെ കോർണർ ബ്ലാക്ക് സ്മിത്ത് ചെയ്യുന്ന വർക്കിന് വേണ്ടി ഒരു പബ്ലിക് കമ്പനി ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡ്സ് കൊടുക്കുകയാണ്. ഐ ഗിവ് യു ആൻ ആപ്പ്. എൻ്റെ കമ്പനീസ് എടുത്തു. ഐ ഹാവ് 11 companies. 2 are in notional profits, not huge, but they are earning a profit on them. 9 of them are, if you ask me, should be written off from the accounts of government at the earliest. കാരണം എന്താ പറഞ്ഞാൽ അവരുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ ഓപ്പറേഷനിൽ ടേൺ ഓവർ കൂടുന്നുമില്ല, പ്രോഫിറ്റിൻ്റെ ക്വസ്റ്റ്യനും ഇല്ല. അവൻ ഓരോ ദിവസവും ഓപ്പറേറ്റ് ചെയ്ത് ഇവൻ്റെ അസറ്റ് എറോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. You're unable to intervene. So why are you carrying this huge backlog? I am saying states have innovated in public transport, in power sector. They have got, ഇത് ജോലിയല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പം could be a controversial point. You want only one company distributing power in Kerala. 2005 തൊട്ട് 2013 വരെയുള്ള whatever wisdom guided us, we decided there. What would substantially go away if 10 power companies are distributing power in Kerala? They will innovate. ഞാൻ പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പവർ സർപ്ലസ് ആണ്. അപ്പോൾ you are constrained by the efficiency limits of the KSCBL. The KSCBL is carrying 10% employees more. They will charge 1 rupee extra from you. If another company can bring power, solar power, and if they have a better, ഈ പവറിൻ്റെ കോസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പവർ മിക്സും ഓവർ ഹെഡ് കോസ്റ്റുമാണ്. ഇത് KSCB ബെറ്റർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും ചീപ്പർ പവർ കൊണ്ടുവരാം. You say I'll only have A, which is against the policy. You distributed sector you can have any. Only transmission needs state leadership. അപ്പോൾ അവിടെ നമ്മൾ 2013 വിശദത്തിൽ നിൽക്കുകയാണ്. Public transport is understood to be the health of the KSRTC, which is a very difficult financial proposition. So KSRTC is controlling 70% of the viable routes in Kerala. So ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. The state at the same time is venturing into a 33% government interest company in civil aviation. It is above the margin. It's doing all right. State is investing into a PPP model in the port sector. Technology പിന്നെ പവറിനേക്കാളും എത്രയോ എഫിഷ്യൻസി വേണ്ട, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരിക്കണം പോർട്സിൽ. സോ ഇഫ് യു ക്യാൻ റൺ PPP in mega port, if your airport can be operated, Kochi and Trivandrum are operated now by private sector. What is so sacrosanct about your electricity distribution business, 11 kV business? നമ്മൾ ആദ്യം സംസാരിച്ച ബ്യൂറോക്രാറ്റ്സിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. അണ്ണാമലൈ റിസൈൻ ചെയ്ത് BJPയുടെ പ്രസിഡന്റ് ആയൊരു അങ്ങനത്തെ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഫ്രീഡം ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന കുട്ടികൾ പലരും ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ്, വളരെ അംബിഷ്യസ് ആണ്. ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ്. സി, ഇറ്റ്സ് നോട്ട് ഓൺലി സിവിൽ സർവീസ്, ഇറ്റ്സ് ജേർണലിസ്റ്റ്. ഡൽഹിയിലൊക്കെ വന്നിട്ടില്ലേ, ജേർണലിസ്റ്റ് ഹവ് ബിക്കം മിനിസ്റ്റേഴ്സ്, റവന്യൂ സർവീസ് മാൻ എൻറ്റേഴ്സ് ബിക്കംസ് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ്സ് ഇവിടെ ACSമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട്. മിസ്റ്റർ അശ്വിനി വൈഷ്ണവിൻ്റെ ബാച്ച്മേറ്റ്സ് ഇവിടെ തന്നെയുണ്ട്. സോ വൈ ആർ ദേ സർവിങ് മിനിസ്റ്റേഴ്സ് വൈൽ ഹി ഹാസ് ഹിംസെൽഫ് ബിക്കം യൂണിയൻ മിനിസ്റ്റർ? അപ്പോൾ അത് ഇൻഡിവിജ്വൽ ചോയ്സ്, പശ്ചാത്തലം, ചിലപ്പോൾ ഫാമിലിയിൽ, ചിലപ്പം എൻ്റെ വൺ ഓഫ് മൈ ബാച്ച്മേറ്റ്സ് ഇൻ ദ IAS resigned, joined BJP, became an MP, then joined Congress, went and fought elections. ഇപ്പം എന്തായെന്ന് അറിയില്ല, ഹരിയാന. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യും പബ്ലിക്. ഉടനെ ഒന്നുമില്ല. ടു ബി വെരി ഓണസ്റ്റ്, അറ്റ്ലീസ്റ്റ് ട്വൈസ് ഐ ഹവ് ബീൻ അപ്രോച്ച്ഡ് ബൈ വേരിയസ് പാർട്ടീസ് ടു സീ വെദർ ഐ എം ഇൻട്രസ്റ്റഡ് ടു കണ്ടസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ടെല്ലാം ഇരുന്നത് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, എനിക്കറിയില്ല ഞാൻ സക്സീഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും, എനിക്ക് അതിൻ്റെ ടെമ്പർമെൻ്റ് ഉണ്ടോ എന്ന് അറിയില്ല. ബട്ട് ദർ വാസ് യുനാനിമസ് ലെറ്റ് us say എന്താണ് ഡിസിൻക്ലിനേഷൻ അറ്റ് ദ ഹോൾ തിങ്. അപ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യണമല്ലോ. I sent a word back saying that need not be considered, need not consider me at all. അല്ല അത് തീർത്തും രക്ഷപ്പെട്ടു. അല്ലാതെ
what about you? You have political ambitions. Ambitions അല്ല, ബട്ട് സി ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് പൊളിറ്റിക്സ് ഇസ് എ ഗ്രേറ്റ് ഏരിയ ടു സെർവ് എ കോസ്. അതിനൊന്നും യാതൊരു സംശയമില്ല. അത് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഫ് യു ആസ്ക് മീ a person with 20 years, 25 years experience in the services quitting to go to politics, I will always encourage it. He is an insider. If his അയാളുടെ ഒരു ambition is right sized and he would serve in a meaningful way, he can really make a difference. അത് ഇപ്പോൾ സെൻട്രൽ തന്നെ പല മിനിസ്റ്റേഴ്സ് സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ മിസ്റ്റർ പുരി ഇൻ പെട്രോളിയം, മിസ്റ്റർ ജയശങ്കർ. സോ ദേ ആർ ഏബിൾ ടു ട്രാൻസിഷൻ വെരി ഫാസ്റ്റ് ബിക്കോസ് ദേ നോ ദ എക്കോസിസ്റ്റംസ്. ഈ വാട്ട് ബെറ്റർ, ഇത് IAS മാത്രമല്ല, ഐ എം സെയിങ് എക്കണോമിക് സർവീസ് പീപ്പിൾ, റവന്യൂ പീപ്പിൾ, ഫോറിൻ സർവീസ് പീപ്പിൾ, ഡിപ്ലോമാറ്റ്സ്. ഇത് ഇവിടെ മാത്രമല്ല, യു ടേക്ക് ക്യാബിനറ്റ്സ് കമ്മിങ് ഇൻ US, UK, എവറിവെയർ. എ കോംപ്ലിമെൻറ്റ് വിൽ കം ഫ്രം ദ പെർമനൻറ്റ് സിസ്റ്റം. ഡൊമൈനും എക്സ്പീരിയൻസും ആണല്ലോ ഇതിനകത്ത് കാര്യം എന്ന് പറയുന്നത്. കേരള കേഡറിൽ ഒരുപാട് പൊട്ടൻഷ്യൽ അണ്ണാമലൈമാരുണ്ടെന്നൊരു സംസാരമുണ്ട്, ശരിയാണോ? It's up to them. Up to them. Annamalai may be inspiring, may not be inspiring. അത്ര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ. സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ള ഒരുപാട് IAS ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ ഈ ഹ്യൂജ് ഫാൻ ഫോളോയിങ്ങിൽ ക്യാരിഡ് അവേ ആയിട്ട് പല മണ്ടത്തരങ്ങളും ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അതിനെ എങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ പിന്നെ ഈ ഇൻസ്റ്റൻ്റായിട്ട് ആക്സസ് കിട്ടുന്നതുകൊണ്ട് റീൽസ്. ഐ ആം ടോൾഡ് ദാറ്റ് ഇൻ ദ നോർത്ത് ദർ ആർ ഈവൻ PR കമ്പനീസ് ഓഫറിംഗ് ദീസ് സർവീസസ് ടു യങ് ഓഫീസേഴ്സ് ഹു യു ആർ കൾട്ടിവേറ്റിംഗ് ഇത്. ഞാൻ അത്ര സോഷ്യൽ മീഡിയ സാവി എന്ന് പറയാൻ വയ്യ. എൻ്റെ കയ്യിലൊരു വാട്സാപ്പും പിന്നെ ഇതൊക്കെ ഉള്ളൂ. എൻ്റെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കലി നോൺ എക്സിസ്റ്റൻറ്റ്, അതൊന്നും അറ്റൻഡ് ചെയ്യാറൊന്നുമില്ല. ഒൺലി തിങ് ഈസ് ബിക്കോസ് ഐ ആം ആൻ ഇമ്പൾസീവ് റൈറ്റർ. അപ്പോൾ ഞാൻ എഴുതുന്നത് ഇപ്പം അധികം ഒന്നും ഉദ്ദേശിക്കാതെ തന്നെ അത്യാവശ്യം പണി പലയിടത്തും കിട്ടിയത് കൊണ്ട് what I do is I necessarily cause my publication to go to an editor. കേരളകൗമുദി ആണെങ്കിലും മനോരമ ആണെങ്കിലും അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എഡിറ്ററെ ഒന്ന് കാണിച്ചേച്ച് പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് ഇത് വേണ്ട അത് വേണ്ട എന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടും. ആൻഡ് ഐ ടേക്ക് ഇറ്റ് പർട്ടിക്കുലർ ദാറ്റ് ഐ ഡോണ്ട് പബ്ലിഷ് എ പീസ് ബിഫോർ 3 days of writing. ഇട്ടാലും 3 ദിവസം അതവിടെ ഇട്ടേക്കും, ജസ്റ്റ് ടു റീഡ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഇത് ഇനി നാളെ ചെയ്യുമെന്നറിയില്ല, പക്ഷേ എനിക്കതിന് വലിയ താല്പര്യമില്ല. ഇറ്റ്സ് എ ഡബിൾ ഹെഡഡ്. അത് ആ പോസ്റ്റ് എന്ന് പറയുന്നത് വെൽ കൺസിഡേർഡ് അല്ലല്ലോ. സെൽഫ് റെഗുലേഷൻ വേണം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം. അത് ഓൾ ആർ സ്പെഷ്യൽ ആൻഡ് ഗിഫ്റ്റഡ് പീപ്പിൾ, അതിനൊരു സംശയമില്ല. ദേ ഓൾ കം ത്രൂ ദ ഹാർഡ് വേ. അവരുടെ വഴി അവർ കണ്ടുപിടിച്ച് വന്നേക്കുന്ന ആൾക്കാരാണ്. ആൻഡ് അവരുടെ പിന്നെ ഒരു ഇൻ്റലക്ച്വൽ ലെവലിനൊന്നും ഒരു വീക്ക്നെസ് ആരിലും ഉണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നയനാർ സാറിനെ എന്ന് പറഞ്ഞാൽ നയനാർ സാറിൻ്റെ ഒരു വലിയ പ്രത്യേകത, എനിക്ക് വളരെ ചെറിയ, അന്ന് നമ്മൾ വളരെ ജൂനിയർ ആണല്ലോ, അപ്പം വല്ല 6 മാസത്തെ ഒരിക്കലെങ്ങാനും കാണൽ മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ആൻഡ് ദർ ഇസ് നത്തിങ് ടു ബ്രീഫ് ഹിം ഇൻ ദാറ്റ് സെൻസ്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ രീതി വെച്ചാൽ ഹൈലി ഇൻഫോർമൽ ആൻഡ് സർക്കാസ്റ്റിക് ആൻഡ് നൈസാണ്. അപ്പം ചക്കൂത്ത് രാമേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. ഹി യൂസ് ടു ബി ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ. ചക്കൂത്ത് സാർ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ CS കണ്ടത് അതേ ആഴ്ചയിൽ CM കാണാനായിട്ട് വിളിച്ചു. അപ്പോൾ അതേ ഹീ ഈസ് നോട്ട് ഇൻ ഹിസ് ബെസ്റ്റ് ഓഫ് മൂഡ്. ഒരു അതല്ലേ എന്തോ ഗതികേട്ടൻ എല്ലാവരെയും ദുർഭം കണ്ടിട്ടാണ് സർവീസ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളെ അതിനകത്ത് കയറ്റി ഞാനും ബാച്ച്മേറ്റും അടുത്ത് നിന്ന്. അപ്പോൾ ചക്കൂത്ത് ആരോ പറഞ്ഞ് പുതുതായിട്ട് വന്ന അസിസ്റ്റന്റ് കളക്ടർമാർ, ഓ സബ് കളക്ടറോ, ഇതാണ് ആ ചോദ്യം. ഇയാൾ എന്താ തുക്കടി സാഹിബാണോ എന്നെ കാണാൻ. ബട്ട് വി റിയലി എൻജോയ്ഡ്. ഹി വാസ് ഗുഡ് ടു. പിന്നെ മീറ്റിങ്സിലെല്ലാം തന്നെ വെരി അരിശം വന്നാൽ പോലും അതിനൊരു ഹി വാസ് വെരി ഒരു ഈസി ടു ഗോ ആൻഡ് വർക്ക് വിത്ത് ഇൻ ദാറ്റ് സെൻസ്. എല്ലാവരോടും ചീഫ് സെക്രട്ടറിയും സീനിയർ സെക്രട്ടറിമാരെയും എടാന്ന് വിളിക്കുന്ന ഒരു വേറെ CM ഞാൻ കണ്ടിട്ടില്ല. ഹി ക്യാൻ ഗോ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സെയിങ് കുറച്ച് നേരം കഴിയുമ്പോൾ എവരിബഡി ടുക്ക് ഇറ്റ് സ്പോർട്ടിംഗ്ലി. ഹി വാസ് ലൈക്ക് ഗ്രാൻഡ് ഫാദർ ഇൻ ദ സിസ്റ്റം. പുള്ളി രാമേന്ദ്രനോട് പറയാം കുറേ ഒബ്ജക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി രാമേന്ദ്രൻ എന്നുള്ള പേര് പറയുന്നുള്ളൂ, നോട്ട് ചക്കൂത്ത്. എടാ രാമേന്ദ്ര, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലെ ചേരെ പറയുന്നങ്ങ് ചെയ്താൽ പോരെ, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തർക്കിക്കുന്നു. ഈ ലെവലിൽ പോയാൽ നോബഡി മൈൻഡഡ്. ദെൻ കെയിം ആൻ്റണി, ഐ ബിലീവ്. ആൻ്റണി സാർ വെച്ചാൽ ഭയങ്കര സോബർ ആൻഡ് സൂപ്പർ സോബറാണ്. സോ യു കനോട്ട് ഹാവ് എ ഫ്ലിപ്പൻ മൊമെൻറ്റ്. ചിരിച്ചു കിട്ടിയാൽ
വലുതെന്നുള്ളേ ഉള്ളൂ. ഇൻവേരിയബ്ലി ഹി ഗേവ് ഓൾ ഓഫ് എസ് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. ബട്ട് കൂടുതലായിട്ടൊന്നും എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ. ആൻ്റണി സാർ വന്നപ്പോൾ വലിയ സമരം നടന്നൊരു 55 days സ്ട്രൈക്ക് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അന്നേരം ഞാൻ കൊല്ലത്ത് സ്റ്റക്കായിപ്പോയി സബ് കളക്ടറായിട്ട്. അപ്പോൾ എൻ്റെ പ്രൊമോഷൻ ആ ജനുവരി 1 നടന്നില്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ സമരക്കാരോട് ഫൈറ്റ് ചെയ്യുവാണ്, ബഹളമൊക്കെ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് വെച്ച് ട്രിവാൻഡ്രത്ത് വന്നു. ഞാനിവിടെ ജലനിധി പി ഡി ആയിരിക്കുമ്പോൾ പ്രൊമോഷൻ നടത്തിയത് എനിക്ക് 4 മാസം കണ്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പുള്ളി പ്രൊസ്പെക്റ്റീവ് ഡേറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ശുപാർശ ഞാൻ ചെന്ന് പറഞ്ഞ് എനിക്ക് ജനുവരി 1 കിട്ടേണ്ടതാണ്. ഞാൻ ഇതെല്ലാം ഞാൻ പറയുമ്പോഴെല്ലാം കേൾക്കും 1-ാം തീയതി തരേണ്ടതായിരുന്നു. ഇതുപോലെ സർക്കാരിൻ്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ഇത് പറയാൻ ഒക്കത്തില്ല. എനിക്ക് എൻ്റെ ബാച്ച്മേറ്റ് എല്ലാം 1-ാം തീയതി പ്രൊമോഷൻ വാങ്ങിച്ചു, അത് തരികയില്ല. 4 വട്ടം കണ്ടപ്പോഴും എനിക്ക് 4 കട്ടൻ ചായ കിട്ടി. ഇല്ല. ബട്ട് ഓഫ് കോഴ്സ് പിന്നെ ഉമ്മൻചാണ്ടി സാറ് വന്നു, പിന്നെ പിണറായി സാറ്. വി എസിനെ ഞാൻ മിസ് ചെയ്തു. പ്രൊമോഷൻ തന്നു, അത് ആ ഡേറ്റ് മാത്രം. ഈ ഡിഡ് നോട്ട് അഡ്ജസ്റ്റ് ദ ഡേറ്റ്, ഇറ്റ് കുഡ് നോട്ട് ഹാപ്പൻ. ഐ ലോസ്റ്റ് മൈ ഫസ്റ്റ് ആ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് കിട്ടിയില്ല. അതെന്താണെന്ന് വെച്ചാൽ സമരം ആയതുകൊണ്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. അതിൻ്റെ പെനാൽറ്റി എന്നെ കൊണ്ട് അടപ്പിച്ചു. ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു, ഞാൻ ഈ 4 മാസം സാറിന് വേണ്ടിയിട്ട് പിന്നെ സമരക്കാരെ നേരിട്ടും പിന്നെ സ്വന്തം ജീവനക്കാരെ എതിരാക്കി ഈ സമരം കൺട്രോൾ ചെയ്യാൻ നടക്കിയ അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ മോശമില്ല. അങ്ങനെ പോയി. വി എസിനെ ഞാൻ മിസ് ചെയ്തു ബിക്കോസ് ഐ വാസ് in Government of India at that time, but VS appointed me as Vice Chancellor. VSനെ വൈസ് ചാൻസലറിൻ്റെ ചാർജ് എടുത്തിട്ട് അദ്ദേഹത്തിന് എനിക്ക് നേരിട്ടൊന്നും അറിഞ്ഞൂടാ. ഐ ബിലീവ് സി ദിവാകരൻ ഹാഡ് എ റോൾ ദെയർ ആൻഡ് ഹി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ മേക്കിംഗ് ദ ചോയ്സ്. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. ഐ തോട്ട് ഐ വിൽ ഹാവ് എ ലോങ് ഡിസ്കഷൻ, ബട്ട് ഹി വാസ് ഇൻ സം സോർട്ട് ഓഫ് അസംബ്ലിയിൽ വെച്ചാണ് കണ്ടത്. But I thought I'll discuss the progress of the university with him, what he wants. I wanted to ask him what, now that you have formed the university. അപ്പോൾ അടുത്തു നിന്ന് ആൾക്കാർ എന്നെ പരിചയപ്പെടുത്തി, ഇതാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഡൽഹി പോകാനുള്ള തിരക്കിലാണ്, നമുക്ക് പിന്നെ കാണാം. എന്നിട്ട് ഇങ്ങനെ തൊഴുത് ആ മീറ്റിംഗ് അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ പിന്നീട് അത് നടന്നുമില്ല. ലോങ് മീറ്റിംഗ് വിത്ത് ഹിം ജസ്റ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. പിന്നെ ഉമ്മൻചാണ്ടി സാറും പിണറായി വന്നു. വെരി സ്പെഷ്യൽ പീപ്പിൾ, വെരി 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 ഫാസ്റ്റ് പീപ്പിൾ. ബട്ട് ഐ വുഡ് തിങ്ക് ദാറ്റ് ഉമ്മൻചാണ്ടി സാർ ഒരു ഫാസ്റ്റ് എക്സിക്യൂട്ടർ ആൻഡ് സോർട്ട് ഓഫ് യു ക്യാൻ ഹാവ് അൺഹിഞ്ച്ഡ് ആക്സസ്. പിണറായി സാർ കുറേ കൂടെ റെഗുലേറ്റഡ് സ്ട്രക്ചേർഡ് മാൻ ഹു വുഡ് പ്രിഫർ ഓർഡർ. ഇപ്പോൾ ഇവരുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹി വുഡ് കെയർ ഫോർ ദി ഓർഡർ ഓഫ് സ്പീച്ച്. With the other man you could interject and മാത്രമല്ല, പക്ഷേ എനിക്കറിയില്ല, ബിക്കോസ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ സ്റ്റൈൽ അറിയാലോ. ബട്ട് വൺ ഓഫ് ദി തിങ്സ് ഈസ് എ ഗ്രേറ്റ് പീപ്പിൾസ് മാൻ. അപ്പം നിങ്ങളീ പറഞ്ഞ മോദി ആർട്ടിക്കിളും ഒക്കെ എഴുതി ഞാൻ അലമ്പുണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ വയനാട് നിന്ന് വന്നിട്ട് പുള്ളിയുടെ മുറിയിൽ സംസാരിക്കാനായിട്ട് കയറും. അപ്പം ഹിസ് പാർലർ ടോട്ടൽ ഡിസോർഡർ ആൻഡ് ഹി ഈസ് റൈറ്റിംഗ് സംതിങ് ഓൺ ദ ബോർഡ്. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതി അതൊക്കെ ഇട്ടിട്ടാണ് ഇച്ചിരി കടന്നുപോയി കേട്ടോ, ഇച്ചിരി കടന്നു. ബട്ട് ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ക്രിറ്റിസിസം ഹി വുഡ് ലെവൽ. വേറൊരാളാണെങ്കിൽ പറയുന്നത് ശരിപ്പെടുത്താൻ പോകണമെന്ന് പറയുന്നത് ആ സാധനം ചെയ്തിട്ട് നിൽക്കുമ്പം കുറച്ച് കടന്നുപോയി അത് പറയും. അപ്പോൾ വിച്ച് വാസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഹി വുഡ് ഓഫർ എന്ന് വെച്ച് കേൾക്കണം. അതാണ് ആ മനുഷ്യൻ്റെ ഒരു നൈസിറ്റി. നോട്ട് ദാറ്റ് ഐ എം എ ഫാൻ ഓഫ് ഹിസ്. സോ ഹി ഹാസ് ഹിസ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പുള്ളിക്ക് മനസ്താപം വരും. എന്നിട്ട് അടുത്ത വട്ടം നമ്മൾ മനോരമയിൽ ഒരു ചെറിയൊരു പീസ് എന്തെങ്കിലും എഴുതിയെന്ന് വെച്ചോ, 7:30 മണിക്ക് എന്നെ വീട്ടിൽ വിളിക്കും. ഇന്ന് എഴുതിയതുണ്ടല്ലോ, നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. Can you expect that courtesy? അത് വല്ലാത്തൊരു കേർട്സിയാണ്. നമ്മളെ അങ്ങ് എന്താ പറയുക, അങ്ങ് കൊന്നുകളയും, അതിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അതാണ് അത് ഈസി ആയിട്ടിരിക്കുമ്പം എന്നെ വിളിക്കും, ഫോണിൽ വിളിക്കും, ഓരോ സ്മോൾ കോസസ് അത് ഇതൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കേണ്ടതില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് കഴിയുമ്പോൾ നമ്മളങ്ങ് കമ്മിറ്റഡ് ആയിപ്പോവും. നമ്മൾ പറയും സാറ് കാര്യം പറയാം, അല്ല നിങ്ങൾ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ മുമ്പിൽ ഒരാൾ നിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്താണ്, നോർമലി വി വുഡ് ഫീൽ ദാറ്റ് വി ഷുഡ് ട്രൈ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫോർ ഹിം. അപ്പോൾ അങ്ങനെ ഒരു മാനേജറാണ് പുള്ളി. ഐ വുഡ് സേ ദാറ്റ് പിണറായി സാറിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹി ഈസ് വെരി ഗുഡ് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഹി വാണ്ട് ടു ഡു എ വെരി ബിഗ് തിങ്
നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ABCDs ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. ഹീസ് സ്പെക്ടാക്കുലർ വർക്ക് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഫോളോ അപ്പ് ടു കൊച്ചി മെട്രോ, ഫോളോ അപ്പ് ടു യുവർ കണ്ണൂർ എയർപോർട്ട്. കമേഴ്ഷ്യൽ സക്സസ് അല്ല, മനസ്സിലായി. But he has run into some headwinds also. But Adani Port, he is very good crisis manager, very good executor. എനിക്ക് ഏറ്റവും അടുത്ത എക്സ്പീരിയൻസ് വന്ന് പവറിലെ ഈ കുടാംകുളം പവർ ഹൈവേ, വിച്ച് ഇസ് സംതിങ് വിച്ച് ഉമ്മൻചാണ്ടി കനോട്ട് ഡു. അത് ഓരോരുത്തർ ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തവിച്ചു പോകും. പക്ഷേ വിത്ത് എ പേഴ്സൺ ലൈക്ക് മിസ്റ്റർ പിണറായി വിജയൻ, കേരള ഗോട്ട് ദാറ്റ് പ്രോജക്റ്റ്. അത് അല്ല, അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പവർ ഹൈവേ നമ്മൾ കുടാംകുളത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊച്ചി സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ ചെന്നപ്പോൾ ഒരു 4 ഏക്കർ പ്ലോട്ട് എതിരെ വന്നു. അയാൾ ഹൈക്കോടതിയിൽ പോയി KSEB പവർ ഗ്രിഡ് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തെങ്കിലും the High Court stood with the man, which meant that an alignment of about 12 kilometers had to be taken around his plot. ഇതൊരു ഭയങ്കര കീറാമുട്ടിയായി. അങ്ങനെ പവർ ഗ്രിഡ് പല റൗണ്ട് മീറ്റിംഗ്സ് നടത്തി. ആൻഡ് ഈസ് വെരി വെൽ ടു ഡു ആൻഡ് ഈസ് എ ജ്വല്ലർ ഓർ സംതിങ് ഇൻ ദുബായ്. അപ്പോൾ അയാൾക്ക് പൈസ ഒന്നും പ്രശ്നമില്ല. അയാൾ പറയുന്നത് എനിക്കൊന്നും ചെയ്യണ്ട, ഇയാൾ പവർ എടുക്കണ്ട, എൻ്റെ പ്ലോട്ടിൽ കൂടെ പോകണ്ട. അങ്ങനെ ഫൈറ്റ് ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വി ഗോട്ട് സം പീപ്പിൾ ടു ടോക്ക് ടു ഹിം ആൻഡ് ഐ സെഡ് യു പ്ലീസ് കം. അപ്പോൾ അയാൾ എന്നെ കാണാൻ വരില്ലല്ലോ, ഇറ്റ്സ് എ മൾട്ടി മില്യണയർ. അപ്പോൾ അയാൾ പറഞ്ഞു വി വിൽ മേക്ക് യു മീറ്റ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ. സോ ഇറ്റ് വാസ് ഇനഫ് ഇൻഡ്യൂസ്മെൻറ്റ്. അയാൾ വലിയ ആളായല്ലോ. സോ അപ്പോൾ ഞാൻ പിണറായി സാറിനെ ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറിനെ ഒന്ന് കാണാൻ സമ്മതിക്കുമെങ്കിൽ എനിക്ക് ഈ പ്രോജക്റ്റ് എനിക്ക് തീർക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ 10-40 കോടി നമുക്ക് നഷ്ടം വരും, ഇതെല്ലാം വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീറ്റിങ്ങിന് പ്രൈം ചെയ്ത് പാർട്ടി അവിടെ വന്നിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു എന്താണ് ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും മാത്രം പറഞ്ഞാൽ നിങ്ങളൊന്ന് സഹകരിക്കണം, അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നല്ലത്. നമുക്ക് ഒരു വാക്കേ വേണ്ടൂ എന്ന് പറഞ്ഞു. ഹി ഒബ്ലൈജ്ഡ് ആൻഡ് ഐ നോ ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് വേർഡ്. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഈ കോമ്പൻസേഷൻ മണിയെ പറ്റി വലിയ തർക്കമുണ്ടായി. ആൻഡ് ഹി സ്റ്റാർട്ടഡ് പിച്ചിങ് ഇറ്റ് വെരി ഹൈ. അപ്പം ഞാൻ പവർ ഗ്രിഡുമായിട്ടൊരു 25 lakhs വരെ എക്സസ് പേ ചെയ്യാനുള്ള ക്ലിയറൻസ് എടുത്തായിരുന്നു. ഈ വാണ്ടഡ് സംതിങ് ലൈക്ക് 50, 40, 30. ഒരു ദിവസം മുഴുവൻ എൻ്റെ ഓഫീസിൽ ഇരുന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ കുറേ മുമ്പോട്ട് പോയപ്പോൾ ഞാനും പറഞ്ഞു, നിങ്ങൾ ഈ 4 ഏക്കർ പ്ലോട്ട് കാലിയിട്ടേക്കാനാണോ പോകുന്നത്, അതെന്താ പരിപാടി അപ്പോൾ അവിടെ? അപ്പോൾ ഹി വാണ്ട്സ് ഈ ആസ് എ പ്രോജക്റ്റ് ഓഫ് ഹിസ് ഓൺ. ഞാനും ഇങ്ങനെ പറഞ്ഞു, ഇതിപ്പോൾ ഞങ്ങൾ പവർ ലൈൻ അങ്ങോട്ട് മാറ്റിയതുകൊണ്ട് കാര്യമില്ലല്ലോ, ഇതിന് പെർമിറ്റ് കിട്ടണ്ടേ, നമ്മുടെ ചെറിയ സാമന്താനം ഇതുണ്ടൊക്കെ. ഞാൻ പറഞ്ഞൊരു CM പറയുന്ന ഒരു ചെറിയൊരു ബ്ലോക്ക് അതിനകത്തോട്ട് വെച്ചേച്ച് ഈ ലൈൻ മേളിൽ കൂടെ അങ്ങ് പോകുന്നു, ഇതിൻ്റെ പെർമിഷനും കാര്യമൊക്കെ ഇല്ലെങ്കിൽ എത്ര വരലോ പിടിക്കാൻ പോകുന്നത് അതെന്ന് പറഞ്ഞാൽ യു ആർ പിച്ചിങ് ഹു ആർ യു മീറ്റിംഗ് at 3 PM എന്ന് പറഞ്ഞു. അത് ആസ് എ ബിസിനസ് മാൻ ഹി അണ്ടർസ്റ്റുഡ് ദ ഹിൻറ്റ്. അവിടെ ചെന്നു പിണറായി സാറ് അവിടെ ചെന്ന് അപ്പോൾ എല്ലാം സംസാരിച്ചില്ലേന്ന് ചോദിച്ചു. സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി സാർ പറഞ്ഞു, അപ്പോൾ ഇനി അടുത്തുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്തെന്നറിയോ, എനിക്ക് മോന് സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം പറ്റുമെന്ന്. ഫോട്ടോ എടുത്തു. 25 എന്നുള്ള 30 തോന്നുന്നു. അന്ന് വൈകുന്നേരം തീരുമാനമാക്കി അവർ നെഗോഷിയേറ്റഡ് എഗ്രിമെൻ്റ് ഒപ്പിട്ട് ഒരു 5 കൊല്ലം പുറകോട്ട് കേസ് നടത്താനുണ്ടായിരുന്ന സാധനം അന്ന് തീർത്ത്. അയാൾക്ക് മനസ്സിലായി, ക്ലൈമറ്റ് മനസ്സിലായി. വാട്ട് ബെറ്റർ ദാൻ ഗുഡ് വിൽ ഓഫ് ദ CM. അയാൾ അപ്പം തന്നെ അത് ഇടയ്ക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ഓൺലി ഹീ ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ഈ സെൻസ് ദാറ്റ് അത് ചിരിക്കൊന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു ഗുണമുണ്ട്. പീപ്പിൾ വുഡ് ബൈൻഡ് ദെയർ സ്റ്റെപ്പ് വിത്ത് ഹിം. അതൊക്കെ സ്റ്റേറ്റിന് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. സോ മൈ സമ്മറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സ്പെഷ്യൽ പീപ്പിൾ, പ്ലസസ് മൈനസസ്, ഇവരെല്ലാം ഫേസസ് ഓഫ് പോപ്പുലാരിറ്റി ആൻഡ് ലോ പോപ്പുലാരിറ്റി, ഇതെല്ലാം ട്രയൽ ട്രിബുലേഷൻസ് ഇതിലൂടെ പോയി. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ ടു വാച്ച്.